അതിനെയാണ് നമ്മൾ വില കുറച്ച് ഈ ശിശുക്കൾ വേണ്ട എന്ന് പറഞ്ഞ്, അല്ലെ കുഞ്ഞുങ്ങൾ ഇവിടെ വേണ്ട എന്ന് പറഞ്ഞ് അവരെ മാറ്റി നിർത്തുന്നത്. എനിക്ക് വളരെ കഷ്ടം തോന്നിയിട്ടുണ്ട്. ഈ ചില പെന്തിക്കോസ്റ്റൽ സഭകളിലൊക്കെ അവർക്ക് ഞാൻ ചെറുപ്പത്തിൽ പോയിട്ടുണ്ട് അവിടെ. ഞാൻ വളരെ കുഞ്ഞായിരിക്കുമ്പോൾ ഈ പെന്തിക്കോസ്റ്റുകാരുടെ, ഞങ്ങളുടെ പ്രദേശത്തൊക്കെ പെന്തിക്കോസ്റ്റുകാരുടെ മീറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അന്നൊക്കെ അവിടെയൊക്കെ പോകുമായിരുന്നു. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഈ തിരുവത്താഴം എന്ന് പറയുന്ന പരിപാടിയുണ്ട്. ആ തിരുവത്താഴത്തിന് കുഞ്ഞുങ്ങൾക്ക് മാത്രം ഇതൊന്നും കൊടുക്കുകയില്ല. കുഞ്ഞുങ്ങൾക്ക് തിരുവത്താഴത്തിൽ യാതൊരു ബന്ധവുമില്ല, അവരെ അടുപ്പിക്കുകയില്ല അങ്ങോട്ട്. അത് എന്തൊരു പ്രാക്ടീസാണ്. ഓർത്തു നോക്ക്, യേശുക്രിസ്തു അങ്ങനെയാണ്. നമ്മുടെ കർത്താവ് അങ്ങനെ ചെയ്യുമോ? കുഞ്ഞുങ്ങളെ മാറ്റി നിർത്തിയേച്ച് കുഞ്ഞുങ്ങൾക്ക് തരികയില്ല എന്ന് പറഞ്ഞ് നിർത്തുമോ? ആദ്യം കുഞ്ഞുങ്ങൾക്കല്ലേ കൊടുക്കുന്നത്. അപ്പം അതുകൊണ്ട് ഈ കുഞ്ഞുങ്ങളെ മാറ്റി നിർത്തുന്ന ആ ഒരു പരിപാടി വളരെ പ്രാകൃതമാണ്, നമ്മൾ ചിന്തിക്കണം. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല നിമിഷത്തിനായി ദൈവത്തെ സ്തുതിക്കുകയാണ്. വീണ്ടും ദൈവസന്നിധിയിൽ കടന്നു വന്ന് ദൈവവചനം ധ്യാനിക്കുവാൻ കർത്താവ് തന്ന അവസരത്തിനായി സ്തോത്രം. എല്ലാ മഹത്വവും പുകഴ്ചയും തിരുപാദപീഠത്തെങ്കിൽ അർപ്പിക്കുകയാണ്. നിങ്ങളെല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു, വിശേഷാൽ വന്ദനം ചെയ്യുന്നു. കഴിഞ്ഞ കുറേ ആഴ്ചകളായി നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ, അതിൻ്റെ ഒരു തുടർച്ചയാണ് ഇന്നും ചിന്തിച്ചു പോകേണ്ടത്. വിശേഷാൽ കഴിഞ്ഞ ആഴ്ച ചില കാര്യങ്ങൾ പറഞ്ഞിങ്ങനെ പെൻഡിങ്ങിലായി നിൽക്കുന്നത് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് അതിൻ്റെ ഒരു തുടർച്ച ആവശ്യമാണല്ലോ. കഴിഞ്ഞ ആഴ്ചത്തെ നമ്മുടെ മെസ്സേജ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തതിന് ശേഷം ധാരാളം ആളുകൾ കാണുകയും പലരും പ്രതികരിക്കുകയും അല്ലാതെയൊക്കെ പല നിലകളിൽ ആളുകൾ പ്രതികരിച്ചിട്ടുണ്ട്. ആ സ്നേഹിതരെ എല്ലാം ഓർത്ത് സ്തോത്രം ചെയ്യുകയാണ്. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. അവരുടെ എല്ലാം കാഴ്ച കൂടുതൽ തുറന്നു വരണം. എല്ലാവരുടെയും കാഴ്ച നല്ല നിലയിൽ കാര്യങ്ങളെ അവർക്ക് ഗ്രഹിക്കാൻ കഴിയണം. പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ വീണ്ടും ജനനത്തെക്കുറിച്ചാണ്. അങ്ങനെ വീണ്ടും ജനനം പറഞ്ഞു വരാനുണ്ടായ സാഹചര്യം നമുക്കറിയാം. കർത്താവിൻ്റെ ക്രൂശുമരണമൊക്കെയായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോയപ്പോൾ ആ കാര്യങ്ങൾ പലർക്കും ഗ്രഹിക്കാൻ കഴിയാതെ പോകുന്നു. ഗഹനമായ വിഷയങ്ങളാണല്ലോ അതൊക്കെ, ക്രൂശീകരണവും അനുബന്ധ കാര്യങ്ങളും ഒക്കെ. അപ്പോൾ ആ സമയത്ത് നമ്മൾ പലരോടും പറയുമായിരുന്നു, സ്നേഹിതരെ വീണ്ടും ജനിക്കണം, ദൈവരാജ്യത്തിൽ പ്രവേശിക്കണം, അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും എന്നുള്ള ആ കാര്യം അവരോടെല്ലാം പറയുമായിരുന്നു. അപ്പോൾ അങ്ങനെ പറഞ്ഞു വന്നപ്പോഴാണ് നമുക്കൊരു ആത്മപ്രേരണയാൽ ഇങ്ങനെ വീണ്ടും ജനനത്തെക്കുറിച്ച് പറയാനിടയായത്. അതിന് യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തെ മുൻനിർത്തിക്കൊണ്ടാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. അതങ്ങനെ പറഞ്ഞു വന്ന് അതിൻ്റെ ഒരു പൂർത്തീകരണത്തിലേക്ക് വരുമ്പോഴായിരുന്നു വിശ്വാസ സ്നാനത്തിലേക്ക് കടന്നത്. രക്ഷയും സ്നാനവും ചേർത്ത് നിർത്തി നമ്മൾ പഠിക്കുകയായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ധ്യാനിക്കുകയായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ ധാരാളം ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ 2-3 ആഴ്ച അടുപ്പിച്ച് എനിക്ക് തോന്നുന്നത് സ്നാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, സാധാരണ അങ്ങനെ ചിന്തിക്കാത്തതുമൊക്കെയായ പല കാര്യങ്ങളും നമ്മൾ പറയാനിടയായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞ് മുന്നോട്ട് വന്നപ്പോൾ കഴിഞ്ഞ ആഴ്ച ചില സ്നേഹിതർ നമ്മളോട് ചില മറുചോദ്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു. അതിനകത്ത് മറുപടി പറയേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ തുടക്കത്തിൽ അതിനെക്കുറിച്ച് 1-2 കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ആ കാര്യത്തിലേക്ക് അങ്ങ് പ്രവേശിക്കാം. അതായത് ആ സഹോദരങ്ങൾ പറഞ്ഞു വരുന്നത് എബ്രായ ലേഖനം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, എബ്രായ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ ആദ്യത്തെ വാക്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത്, അതുകൊണ്ട് നിർജ്ജീവ പ്രവൃത്തികളെക്കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിങ്കലെ വിശ്വാസം, സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശം, കൈവെപ്പ്, മരിച്ചവരുടെ പുനരുദ്ധാനം, നിത്യശിക്ഷാവിധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ നാം ക്രിസ്തുവിനെക്കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് പരിജ്ഞാന പൂർത്തി പ്രാപിപ്പാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഉത്സാഹിക്കുക. അതാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രിയ സഹോദരങ്ങളുടെ കണ്ടുപിടുത്തം, അവരെല്ലാം സിറിയൻ ഓർത്തഡോക്സ് ബാക്ക്ഗ്രൗണ്ടിലുള്ള സഹോദരങ്ങളാണ്. വിശേഷപ്പെട്ട കണ്ടുപിടുത്തങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് അത് പൊതുലോകത്തെ ഒന്ന് അറിയിച്ചേക്കാം. ഇത് അവരുടെ മാത്രം കണ്ടുപിടുത്തമാണോ അതോ അവരുടെ സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ള ചിന്താഗതിയാണോ എന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ അവരോടൊന്ന് നേരിട്ട് നമുക്ക് ചോദിക്കാൻ പറ്റിയ സാഹചര്യമല്ല. നമ്മളുടെ മെസ്സേജിനോടുള്ള ബന്ധത്തിൽ കമൻറ്റ് ചെയ്യുക. അല്ലാത്ത സ്ഥലങ്ങളിലാണെങ്കിൽ നമുക്ക് ചോദിക്കാമായിരുന്നു, നിങ്ങൾ എവിടെ നിന്ന് വരുന്നു, എന്താ ഏതാന്നൊക്കെ. അപ്പോൾ അങ്ങനെ നമുക്ക് മിനിമം സാഹചര്യങ്ങളേ ഉള്ളൂ. ആ മിനിമം സാഹചര്യങ്ങളെ വെച്ചുകൊണ്ട് നമ്മൾ അവരോട് മറുപടി പറയുകയാണ്. ചില സഹോദരങ്ങളൊക്കെ അവർക്ക് മറുപടി കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതിനകത്ത്. പക്ഷെ നമ്മൾ അതിനകത്ത് ആരോടും അങ്ങനെ ഒന്നും പറഞ്ഞില്ല.
അത് കണ്ടു കഴിഞ്ഞപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു ലൈൻ എഴുതിയാലൊന്നും തീരുന്ന കാര്യമല്ല. അതുകൊണ്ട് ഒരു ചെറിയ ലഘുവിവരണം, അങ്ങനെ പറയാം, ഒരു ലഘുവിവരണം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാം. അപ്പോൾ ആ സഹോദരനെ ശ്രദ്ധിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് മനസ്സിലാകും. അദ്ദേഹം പറയുന്നത്, ക്രിസ്തീയ സഭയുടെ തുടക്ക സമയത്ത് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ കൽപ്പന പ്രകാരം അപ്പോസ്തലന്മാർ സഞ്ചരിച്ച് സുവിശേഷം അറിയിച്ച ആളുകളെ സ്നാനപ്പെടുത്തിയിരുന്നു തുടക്ക സമയത്ത്. എന്നാൽ കാലം മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ മുൻപോട്ടുള്ള യാത്രയിൽ ഈ കാര്യത്തിന് അപ്പോസ്തലന്മാർ ഒരു സമാപ്തി വരുത്തി. അതായത് ഇനി സ്നാനത്തിൻ്റെ കാര്യമില്ല, സ്നാനം അത് ക്യാൻസൽ ചെയ്തു. പിന്നീട് കുട്ടികൾക്കുള്ള മാമോദീസയാണ്, അതിലാണ് അപ്പോസ്തലന്മാർ കോൺസെൻട്രേറ്റ് ചെയ്തത്, ശ്രദ്ധിച്ചത് അതിനകത്താണ്. അപ്പോൾ ഈ തുടക്കത്തിൽ ഒരു പറ്റം ആളുകളെ വിശ്വാസത്തിൽ കൊണ്ടുവന്നു, സ്നാനപ്പെടുത്തി. അത് കഴിഞ്ഞ് പിന്നീട് അവർക്കൊക്കെ കുട്ടികളുണ്ടായി. അവർക്കുണ്ടായ കുട്ടികളെ മാമോദീസായാൽ സഭയുടെ ഭാഗമാക്കിക്കൊണ്ടിരുന്നു. അതായിരുന്നു പ്രൊസീജിയർ. അതിൻ്റെ തെളിവാണ് ഇപ്പോൾ വായിച്ച കാര്യം. അതുകൊണ്ട് നിർജ്ജീവ പ്രവൃത്തികളെക്കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തെങ്കിലുള്ള വിശ്വാസം, സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശമൊക്കെ പറഞ്ഞു വന്നിട്ട് ഇവിടെ പറയുകയാണ് ഇതെല്ലാം നിർത്തലാക്കിയിരിക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ ഇതൊക്കെ വിട്ടിട്ട് ക്രിസ്തുവിനെക്കുറിച്ചുള്ള ആ ആദ്യവചനം വിട്ട് പരിജ്ഞാനപൂർത്തി പ്രാപിപ്പാൻ ഉത്സാഹിക്കുക. അപ്പോൾ ഇനി മുൻപോട്ട് ഒത്തിരി വലിയ കാര്യങ്ങളുണ്ട്. ഇനി സ്നാനത്തെക്കുറിച്ചുള്ള പഠനങ്ങളില്ല, അത് അപ്പോസ്തലന്മാർ നിർത്തി എന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ ഒന്ന് നടുങ്ങിപ്പോയി. ഈ നടുക്കം ഉണ്ടായില്ലായിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു മറുപടി കൊടുത്തേനെ. കാരണം അന്നേരം നടുങ്ങാതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഒന്ന് നടുങ്ങിയതുകൊണ്ട് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഇന്ന് ഇപ്പോൾ ഒന്ന് വായ തുറക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ സ്നാനത്തെക്കുറിച്ചുള്ള കാര്യം എന്ത് ചെയ്തു? നിർത്തലാക്കിയിരിക്കുന്നു. നിർത്തലാക്കിയെങ്കിൽ നമുക്കൊരു ബദൽ ചോദ്യമുണ്ട്. ഈ വാക്യത്തിനകത്ത് 5-6 കൂട്ടം കാര്യങ്ങൾ പറയുന്നുണ്ട്. അതെല്ലാം നിർത്തലാക്കേണ്ട, ഈ ഒരു കാര്യം മാത്രം നിർത്തലാക്കിയാൽ മതിയോ? കൈവെപ്പ് എന്ന് പറയുന്ന പരിപാടി നിർത്തലാക്കി എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ ആത്മഹത്യ ചെയ്താൽ പോരെ? തുടക്കത്തിൽ കൈവെപ്പൊക്കെ കൊടുത്തു, അത് കഴിഞ്ഞിട്ട് പിന്നീട് കൈവെപ്പിൻ്റെ ഉപദേശമില്ല, അതൊക്കെ നിർത്തി. ഒരു വാക്യത്തിൽ തന്നെയുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം. കോമയിട്ട് എഴുതി വെച്ചിരിക്കുക. നിർജ്ജീവ പ്രവൃത്തികളെക്കുറിച്ചുള്ള മാനസാന്തരം. അപ്പോൾ ഇനി ആരും മാനസാന്തരപ്പെടേണ്ടെന്നാണോ അർത്ഥം? അത് നിർത്തൽ ചെയ്തോ? പ്രിയ സഹോദരങ്ങൾ, ഇതിനൊക്കെ എങ്ങനെ മറുപടി കൊടുക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലെ വിങ്ങലാണല്ലോ അദ്ദേഹം, ആ വ്യഥയാണല്ലോ ഇങ്ങനെ പ്രകടിപ്പിച്ചത്. നിങ്ങളിങ്ങനെ ആളുകളെ ശിക്ഷിക്കുന്നത് ശരിയല്ല, ആളുകളെ സ്നാനപ്പെടുത്തുന്നു, ആളുകളെ സ്നാനപ്പെടുത്തി തെറ്റായ വഴികളിലൂടെ കൊണ്ടുപോകാൻ പരിശ്രമിക്കുന്നു, അവരെയൊക്കെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ നോക്കുന്നു എന്നൊക്കെ ആയിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചത്. ഇപ്പം ഞങ്ങളുടെ രീതി അനുസരിച്ച് ഞങ്ങൾ ആർക്കും സ്നാനം കൊടുക്കാറില്ല. അതേസമയം അവരുടെ തന്നെ പുരോഹിതന്മാർ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ നമ്മുടെ കയ്യിലുണ്ട്, കോൺട്രഡീഷൻ എന്നുള്ള നിലയിൽ. അപ്പോൾ അത് ഞാൻ മനസ്സിലാക്കുന്നത് ആ സഹോദരൻ്റെ ഒരു മണ്ടത്തരമാണ്. അത് അവരുടെ ഇടയിലുള്ള സീനിയറായിട്ടുള്ള തിയോളജിയന്മാരോ അവരുടെ പ്രീസ്റ്റുകളോ കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ പുള്ളിയുടെ ചെവിക്ക് പിടിച്ച് ഒരു കിഴുക്കി പറഞ്ഞു വിടുമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം സ്നാനം എന്നുള്ളത് കൊണ്ട് പുള്ളി ഉദ്ദേശിച്ചത് പെന്തിക്കോസുകാരുടെ എന്തോ ഇടപാടെന്ന. അതിനവിടെ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന ബാപ്റ്റിസം എന്നാണ്. അവിടെ സുറിയാനി ബൈബിളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ മാമോദീസ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഈ 6-ാം അധ്യായത്തിൽ വരുമ്പോഴും സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശം എന്ന് വെച്ചാൽ മാമോദീസയെക്കുറിച്ചുള്ള ഉപദേശം അല്ലെ ബാപ്റ്റിസത്തെക്കുറിച്ചുള്ള ഉപദേശം ക്യാൻസൽ ചെയ്തു എന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ കൊച്ചു കുഞ്ഞുങ്ങളുടെ സ്നാനവും എല്ലാം ക്യാൻസലാകുകയാണല്ലോ. ഈ ക്യാൻസലേഷൻ കൊടുക്കുകയാണെങ്കിൽ സകലതും ക്യാൻസലായി എന്ന് പറയേണ്ടി വരും. അപ്പോൾ അത് ഒരു ശുദ്ധ മണ്ടത്തരമാണ്. അത് മാത്രമല്ല, ഞാനൊരു ചെറിയ വിശദീകരണം തന്ന് മുന്നോട്ട് പോകാം. ഇവർ ഈ 6-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിലുള്ള വാക്യം എടുത്തു വെച്ചിട്ടാണല്ലോ ഇത്രയും കഥ പറഞ്ഞത്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഈ കാര്യം പറയാനായിട്ട് അല്പം പിന്നിലേക്ക് പോകും. എന്ന് വെച്ചാൽ 5-ാം അധ്യായത്തിലേക്ക് പോകും. ഇവിടെ 6-ാം അധ്യായം തുടങ്ങുന്നത് അതുകൊണ്ടെന്ന് പറഞ്ഞാണ്. ദെയർഫോർ, അതുകൊണ്ട്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അതിൻ്റെ പിറകിലൊരു പാരഗ്രാഫുണ്ട് 5-ാം അധ്യായത്തിൻ്റെ ഒടുവിലേക്ക് വരുമ്പോൾ. 5-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറവാനുണ്ട്, എങ്കിലും നിങ്ങൾക്ക് കേൾപ്പാൻ മാന്യമുള്ളവരായി തീർന്നതുകൊണ്ട് തെളിയിച്ചു തരുവാൻ വിഷമമാണ്. എങ്ങനെയാണ് തുടങ്ങുന്നത്? ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറവാനുണ്ട്. ഏതിനെക്കുറിച്ച്? അങ്ങനെയാണ് ഇത് പഠിച്ചു വരുമ്പോൾ പിന്നെയും പുറകോട്ട് പോകേണ്ടി വരും. അപ്പോൾ അങ്ങനെ പിന്നെ പുറകോട്ട് പോയി കഴിഞ്ഞാൽ 7, 8, 9 വാക്യങ്ങളാണ് ഇതിനെക്കുറിച്ചെന്ന് പറയുമ്പോൾ ആധികാരികമായി പറയാനുള്ളത്. ക്രിസ്തു തൻ്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. പുത്രനെങ്കിലും
താൻ അനുഭവിച്ച കഷ്ടങ്ങൾ, അങ്ങനെയാണ് അത് പറഞ്ഞ് മുന്നോട്ട് പോകുന്നത്. ഇപ്പം ഈ വക കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഈ എബ്രായ ക്രിസ്ത്യാനികൾക്ക് ഒന്നും പിടികിട്ടുന്നില്ല. നമ്മുടെ ആളുകളെ പോലെ തന്നെയാണ്, നമ്മുടെ ഈ കമൻറ്റ് എഴുതുന്ന വാത്സല്യ സഹോദരങ്ങളെ പോലെ തന്നെയാണ്. പൗലോസ് തലകുത്തി എന്ന് പറയുന്നുണ്ടെങ്കിലും കാര്യമായിട്ട് അവർക്ക് പിടികിട്ടുന്നില്ല. പിടികിട്ടാതെ വരുന്നതിൻ്റെ കാരണമാണ് പൗലോസ് കണ്ടെത്തി അവരോട് പറയുന്നത്. അതാണ് താഴെ 11-ാം വാക്യത്തിൽ വായിച്ചത്. ഈ വക കാര്യത്തെക്കുറിച്ചൊക്കെ ഞങ്ങൾക്ക് അധികം നിങ്ങളോട് പറയുവാനുണ്ടെങ്കിലും നിങ്ങൾക്കത് ഗ്രഹിപ്പാൻ കഴിയുന്നില്ല, അല്ലേ? കേൾപ്പാൻ മാന്യമുള്ളവരായി തീർന്നതുകൊണ്ട് തെളിയിച്ചു തരുവാൻ വളരെ വിഷമമാണ്. ആത്മീയ കാര്യങ്ങൾ തെളിയിച്ചു കൊടുക്കണമെങ്കിൽ ഒന്നാമത് അവർ വീണ്ടും ജനിച്ചവരായിരിക്കണം. ജനറലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആളുകളോടൊക്കെ നമുക്ക് പറയാം, പൊതുവായ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ഒരളവിൽ കേട്ട് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാകും. പക്ഷേ ഇതിൻ്റെ മർമ്മങ്ങളും വെളിപ്പാടുകളും ആഴങ്ങളും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗ്രഹിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിലല്ലാതെ സാധ്യമല്ല. ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹം പറയുകയാണ് 12-ാം വാക്യത്തിൽ, കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേഷ്ടാക്കന്മാർ ആയിരിക്കേണ്ടുന്ന നിങ്ങൾക്ക് ദൈവത്തിന്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളിൽ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു. കട്ടിയായുള്ള ആഹാരമല്ല, പാൽ അത്ര നിങ്ങൾക്ക് ആവശ്യമെന്ന് വന്നിരിക്കുന്നു. അപ്പോൾ സഹോദരങ്ങളെ, നമ്മളിപ്പോൾ വായിച്ചത് എബ്രായ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യമാണ്. കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേഷ്ടാക്കന്മാർ ആയിരിക്കേണ്ടുന്ന നിങ്ങൾക്ക് ദൈവത്തിൻ്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളിൽ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു. വീണ്ടും നിങ്ങളെ ബാലപാഠം പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു. എന്നിട്ട് പറയാണ്, കട്ടിയായ ആഹാരമല്ല, പാൽ അത്രേ നിങ്ങൾക്ക് ആവശ്യമായി വന്നിരിക്കുന്നു. പാൽ കുടിക്കുന്നവനെല്ലാം നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവനത്രേ, അവൻ ശിശുവല്ലോ. കട്ടിയായ ആഹാരം നന്മതിന്മകളെ തിരിച്ചറിയുവാൻ തഴക്കത്തിൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം തികഞ്ഞവർക്കേ പറ്റുകയുള്ളൂ. അപ്പോൾ ഇവിടെ ശിശുവിനെക്കുറിച്ചും പ്രായമുള്ളവരെക്കുറിച്ചും പറയുകയാണ്. പ്രായം എന്ന് ഉദ്ദേശിച്ചത് 90 വയസ്സെന്നുള്ള അർത്ഥത്തിലല്ല, ആത്മീയ വളർച്ചയുടെ കാര്യമാണ് പറയുന്നത്. വിശ്വാസത്തിൽ വന്നെങ്കിലും ഇന്നും ശിശു ആയിരിക്കുന്ന എബ്രായ ക്രിസ്ത്യാനികളോട് മുകളിൽ പറഞ്ഞ കാര്യമുണ്ടല്ലോ, ക്രിസ്തു തൻ്റെ ഐഹിക ജീവകാലത്ത് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയാചനയും കഴിച്ചു എന്ന് എഴുതിയിരിക്കുന്ന 5-ാം അധ്യായത്തിലെ ഈ വാക്യം, ഇത് ഏത് സമയത്ത് എപ്പോൾ സംഭവിച്ചു എന്ന് എബ്രായ ക്രിസ്ത്യാനികളോട് ചോദിച്ചാൽ അവർക്ക് വലിയ പിടിയില്ല. അല്ല, നമ്മുടെ നാട്ടിലുള്ള ക്രിസ്ത്യാനികളോട് ചോദിച്ചാൽ അവർക്ക് വല്ലതും അറിയാവോ? എബ്രായ ക്രിസ്ത്യാനിയെ മാത്രം പറയണ്ട, ഈ വാക്യം എവിടെ പോയി നിൽക്കുന്നു, ഇത് എന്തുമായി ബന്ധപ്പെടുത്തിയാണ് ഇത് പറയാൻ കഴിയുന്നത് എന്നൊക്കെ വളരെ ഗൗരവമായ വിഷയമാണ്. ചില പാസ്റ്റർമാരൊക്കെ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, യേശുക്രിസ്തു ഭയങ്കരമായിട്ട് കരഞ്ഞത് നേരത്തെ മരിച്ചു പോകുമെന്ന് പേടിച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് യേശുക്രിസ്തു കരഞ്ഞു, കർത്താവ് സഹായിച്ചു, അങ്ങനെ മരിക്കാൻ ഇടവന്നില്ല. അതായത് ക്രൂശിക്കപ്പെടാൻ വന്നതാണല്ലോ, അതിന് മുമ്പെങ്ങാനും മരിച്ചു പോകുമെന്ന് ഭയന്നുപോയി. ആ ഭയം നിമിത്തം പ്രാർത്ഥിച്ചപ്പോൾ മറുപടി കിട്ടിയെന്ന്. അത് എവിടെ വെച്ചാൽ പ്രാർത്ഥിച്ചതെന്ന് ചോദിച്ചപ്പോൾ അതിന് പറഞ്ഞത് ഗെതസമനയിൽ വെച്ച് പ്രാർത്ഥിച്ചെന്ന്. നമ്മൾ നോക്കുമ്പോൾ ഗെതസമനയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, മറുപടി ഒന്നും കിട്ടിയതായിട്ട് അവിടെ കാണുന്നില്ല. അവിടെ പ്രാർത്ഥനയുടെ മറുപടി എന്നോണം ദൂതൻ കടന്നു വന്ന് കർത്താവായ യേശുക്രിസ്തുവിനെ ശക്തീകരിക്കുന്ന നമ്മൾ കാണുന്നുണ്ട്, അല്ലേ? അവിടെ പ്രാർത്ഥനയുടെ മറുപടി എന്നോണം സ്വർഗദൂതൻ കടന്നു വന്ന് യേശുക്രിസ്തുവിനെ ശക്തീകരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. അത്രമാത്രം. അല്ലാതെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയെന്ന് നമ്മൾ കാണുന്നില്ല. അതായത് എന്താ, പാനപാത്രം നീക്കാമെന്നൊക്കെ ചോദിച്ച ചോദ്യമുണ്ടല്ലോ, ആ ചോദ്യത്തിനൊന്നും അങ്ങനെയല്ല മറുപടി കിട്ടിയത്. അത് നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ ആഴങ്ങളുണ്ട് ആ വിഷയങ്ങൾക്ക്. ഇവർക്കിതൊന്നും ഗ്രഹിക്കാൻ കഴിയുന്നില്ല. അതുപോലെയാണ് ചുറ്റുപാടുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആർക്കാർക്കെല്ലാം ബാധകമാകുമെന്ന് നിങ്ങൾ ഓരോരുത്തരും അങ്ങ് ചിന്തിച്ചുകൊള്ളുക. ഇപ്പോൾ വായിച്ച 12-ഉം 13-ഉം വാക്യങ്ങളൊക്കെ ആർക്കാർക്കെല്ലാം ബാധകമാണ്, എനിക്ക് ബാധകമാണോ എന്ന് നമ്മൾ ഓരോരുത്തരും വിലയിരുത്തണം. എബ്രായ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമല്ലല്ലോ ലേഖനം, എല്ലാ ക്രിസ്ത്യാനികൾക്കും വേണ്ടിയിട്ടുള്ളതല്ലേ. അപ്പോൾ അതുപോലെ അതിൻ്റെ 13-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്ന തഴക്കത്തിൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായി നമ്മൾ അങ്ങനത്തെ ആളുകളാണോ? തഴക്കത്തിൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരാണോ? പ്രായം തികഞ്ഞവരാണോ എന്നൊക്കെ സ്വയശോധനയ്ക്കുള്ളൊരു നിമിഷമായിട്ട് ഇത് വിട്ടുതരിക. ഒരു കാര്യം വിശദീകരിക്കാൻ വേണ്ടി കടന്നു പോയതാണ് അങ്ങോട്ട്. അപ്പോൾ അങ്ങനെ കടന്നു പോയപ്പോൾ ഈ വാക്യങ്ങൾ നമ്മുടെ നേരെ ഇങ്ങനെ വിരൽ ചൂണ്ടി വരുന്നതായിട്ട് തോന്നിയതുകൊണ്ടാണ് അത് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് അങ്ങ് എടുത്തു വെച്ചത്. നിങ്ങളും സ്വയം വിലയിരുത്തുക. ഈ വാക്യപ്രകാരമൊക്കെ ഇന്നും പാല് കുടിച്ചുകൊണ്ടിരിക്കുകയാണോ? കട്ടിയായതൊക്കെ കഴിക്കുന്നുണ്ടോ? കട്ടിയായ കാര്യങ്ങൾ ചവച്ചരച്ച് ഭക്ഷിക്കുന്നുണ്ടോ? അകത്തെ മനുഷ്യൻ ബലം പ്രാപിക്കുന്നുണ്ടോ? പുറമെയുള്ളവൻ നാൾക്ക് നാൾ ക്ഷയിക്കുന്നുണ്ടോ?
ഇസ്രായേൽ മരുഭൂമിയിൽ ഇങ്ങനെ പലതും കണ്ട്, പല കളിപ്പാട്ടങ്ങളും കണ്ട്, ശരിക്കും കളിപ്പാട്ടങ്ങൾ അതൊക്കെ ഗംഭീരമായ കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്ന കനാനിലാണ്. ഈ മരുഭൂമിയിൽ ഒത്തിരി ഉത്സവങ്ങൾ, പെരുന്നാളുകളൊക്കെ നടക്കുന്നു. അപ്പോൾ അവിടെ ഈ പള്ളി പെരുന്നാളിൻ്റെ മുമ്പിൽ അവിടെ വലിയ ഈ സ്റ്റോളുകളൊക്കെ കാണും. അവിടെ ഇങ്ങനെ പലതരം മിഠായികൾ, പലതരം ഈ ബലൂണുകൾ, പലതരം അങ്ങനെ സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട്. ഈ മരുഭൂമിയിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് കണ്ടത്. അതൊക്കെ കണ്ടിട്ട് അതിൽ ആകർഷിക്കപ്പെട്ടവർ, അത് എഴുതിയിരിക്കുന്നത് 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിലാണ്. അങ്ങനെ ഇവർ ആകർഷിക്കപ്പെട്ട് ഈ ബലൂണും അതും ഇതൊക്കെ വേണമെന്നുള്ള നിലയിൽ ദുർമോഹികളായി എന്നാണ് നമ്മൾ വായിക്കുന്നത്. ദുർമോഹികളായി ഈ ഇസ്രായേലിലെ ബഹുഭൂരിപക്ഷം വരുന്ന ശിശുക്കൾ ദുർമോഹികളായി അവർ മരുഭൂമി പട്ടുപോയി. അവർ പ്രായപൂർത്തിയായവരെ പോലെ ആക്ട് ചെയ്തില്ല, അതുപോലെ പെരുമാറിയില്ല. അവരുടെ ഇടയിൽ നിന്ന് 2 പേരെ നമുക്ക് കാണാൻ കഴിയുന്നത്, യോശുവയും കാലേബിനെയും. അവർ 2 പേരും ഈ ശിശുതുല്യമായ കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട്, ഈ താല്പര്യങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് ഗംഭീരമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് തങ്ങളെ വിളിച്ചിറക്കി കൊണ്ടുവന്നിരിക്കുന്നതെന്നുള്ള ബോധ്യം യോശുവായ്ക്കത് ഒരളവിൽ മനസ്സിലായ ആളാണ്. കാലേബിനെ സംബന്ധിച്ച് കാലേബ് ഇങ്ങനെ എരിഞ്ഞു നിൽക്കുക. വാഗ്ദത്ത ഭൂമിയിലേക്ക് ചെന്നിട്ട് വേണം കാലേബിന് ചില യുദ്ധങ്ങളൊക്കെ നടത്താൻ, ചിലതൊക്കെ കാൽക്കീഴിലേക്ക് കൊണ്ടുവരുവാൻ. അവിടുത്തെ പാലും തേനും അനുഭവിക്കണം. തനിക്ക് വേണ്ടി അവിടെ വെച്ചിരിക്കുന്ന മുന്തിരിപ്പഴം, അത്തിപ്പഴം, മാതളപ്പഴം, യവം, ഒലിവ് എന്നു വേണ്ട മേൽത്തരം കാമ്പുള്ള കോതമ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ അവിടെ കാത്തിരിപ്പുണ്ടെന്നുള്ളത് ആത്മാവിൽ മനസ്സിലായി കാലേബിന്. യോശുവായ്ക്കും മനസ്സിലായി. അവരതുകൊണ്ട് ഈ മരുഭൂമിയിലെ ഉത്സവത്തിലോ മരുഭൂമിയിലെ പെരുന്നാൾ ഇടപാടുകൾക്കോ അവിടുത്തെ ആനമയിൽ ഒട്ടകമൊക്കെ കണ്ടപ്പോൾ അതിൻ്റെ പുറകിലൊന്നും പോയില്ല. ഇതൊക്കെ അല്പകാലത്തേക്ക് മാത്രമേ ഉള്ളൂ. ഒരല്പകാലത്തേക്കുള്ള ഈ മരുയാത്രയിൽ ഈ കാണുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിച്ചു കഴിഞ്ഞാൽ അങ്ങ് എത്തില്ലെന്ന് മനസ്സിലായതുകൊണ്ട് അവരതിൽ ശ്രദ്ധിച്ചില്ല. മെജോറിറ്റി അതിൽ ശ്രദ്ധിച്ചു, ഭൂരിപക്ഷം അതിൽ ശ്രദ്ധിച്ച് അവരവിടെ പട്ടുപോയി. അവരെ സംബന്ധിച്ച് ഞാൻ ഈ ശിശുക്കളെന്ന് വിളിക്കുന്നത്, ആ ശിശുക്കൾ നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ പാല് കുടിക്കണം കേട്ടോ. പാല് കുടി മാറ്റണമെന്നല്ല അർത്ഥം. പാല് കുടിക്കണം. പാല് കുടിക്കാതെ വെക്കുമോ? പാല് കുടിച്ച് കട്ടിയായത് കഴിച്ചു തുടങ്ങണം. ഒറ്റയടിക്ക് പാല് നിർത്തിയിട്ട് പാലുമില്ല കട്ടിയായതുമില്ല, രണ്ടും ഇല്ലാത്ത അവസ്ഥ വരരുത്. അത് ദുരന്തമായി പോകും. അങ്ങനത്തെ അവസ്ഥയിലേക്ക് പോകരുത്. പാല് കുടിച്ചുകൊണ്ടിരിക്കുക, അപ്പോൾ തന്നെ കട്ടിയായതും കഴിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, അവിടെ അങ്ങ് വിട്ടേക്കാം. അത് കഴിഞ്ഞ് നമ്മുടെ സഹോദരനുള്ള മറുപടിയാണ് വരുന്നത്. സഹോദരനുള്ള മറുപടി എന്താ? ഈ 6-ാം അധ്യായത്തിൽ പറയുന്ന കാര്യങ്ങളുടെ അതിൻ്റെ ഒരു പശ്ചാത്തലമാണ് നമ്മൾ 5-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തിയത്. ഗഹനമായ കാര്യങ്ങളുണ്ട്, പക്ഷെ അതൊന്നും അവർക്ക് ഗ്രഹിക്കാൻ കഴിയാതെ വണ്ണം അവർ ഒരു മന്ദതയിലായിരിക്കുന്നു. അത് തന്നെയല്ല, ശിശുതുല്യമായ സ്വഭാവ സവിശേഷതകളാണ്. എന്ന് വെച്ചാൽ ആത്മീയത്തിൽ വളർന്നിട്ടില്ലെന്ന അർത്ഥം. ആ കാരണങ്ങളൊക്കെ വെച്ചിട്ടാണ് പൗലോസ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് നിർജീവ പ്രവൃത്തികളെക്കുറിച്ചുള്ള മാനസാന്തരം, അതായത് സഭയുമായി ബന്ധപ്പെട്ട അടിസ്ഥാനപരമായ വിഷയങ്ങളുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നിരന്തരം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ആ പ്രസംഗമൊക്കെ ഒരു സൈഡിലാക്കിയിട്ട്, ഇത് കാലങ്ങളായിട്ട് പ്രസംഗിക്കുകയാണല്ലോ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ മുന്നോട്ട് പോകണം. നിങ്ങളുടെ പ്രസംഗങ്ങൾ, ശുശ്രൂഷകർ, അത് കഴിഞ്ഞിട്ട് മെസ്സേജുകൾ മുൻപോട്ട് പോകണം. ശുശ്രൂഷകർ സജ്ജമായി വരണം. ജനം കേൾക്കാൻ കാത്തിരിക്കണം. അങ്ങനെ വചനത്തിൻ്റെ ആഴങ്ങൾ വെളിപ്പെടണം. കർത്താവിൻ്റെ ബലിമരണത്തിൻ്റെ ശ്രേഷ്ഠത, അതിലൂടെ ഉരുത്തിരിഞ്ഞ രക്ഷ, ആ രക്ഷ എന്തിനെന്നും അതിൻ്റെ ആഴങ്ങളുമാണ് കേൾവിക്കാർ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതിന് തക്കവണ്ണം ശുശ്രൂഷകർ വിളമ്പിക്കൊടുക്കണം. ഈ പറഞ്ഞ കാര്യങ്ങൾ എന്നും പറഞ്ഞുകൊണ്ടിരിക്കരുത്. അങ്ങനെയാണെങ്കിൽ ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ വക കാര്യങ്ങളാ. ശരിക്കും നമ്മളെന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? മാനസാന്തരത്തെക്കുറിച്ചും വീണ്ടും ജനനത്തെക്കുറിച്ചും പിന്നെ അതിനോടനുബന്ധിച്ച് സ്നാനത്തെക്കുറിച്ചും ഒക്കെയാണ്. അവിടെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് എബ്രായ ക്രിസ്ത്യാനികളോടുള്ള ബന്ധത്തിൽ. അത് പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കരുതെന്നാണ് പറയുന്നത്. അതിനപ്പുറത്തേക്ക് കടക്കണം. ആത്മീയ വളർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അല്ലേ? ക്രിസ്തു എന്ന തലയോളം അതിൻ്റെ ആഴങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു തലത്തിൽ ഒരു ആത്മീയ വളർച്ചയാണ് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഈ കാര്യം അങ്ങനെ എഴുതിയിരിക്കുന്നത്. ഈ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു എന്ന് കരുതി ഒരു ശുശ്രൂഷകൻ ചിന്തിക്കുകയാണ്, അതുകൊണ്ട് ഇനി ഞാൻ മാനസാന്തരത്തെക്കുറിച്ചൊന്നും പറയില്ല, സ്നാനത്തെക്കുറിച്ചൊന്നും പറയില്ല, ഞാൻ ഇനി മറ്റു കാര്യങ്ങളെക്കുറിച്ചൊന്നും പറയില്ല എന്നൊരു തീരുമാനത്തിലെത്തിയാൽ അവനെപ്പോലെ മണ്ടൻ ഉലകത്തിൽ വേറെ ആരും കാണില്ല. അതായത് എബ്രായ ക്രിസ്ത്യാനികളുടെ അവസ്ഥയെ അറിഞ്ഞ് പൗലോസ് പറഞ്ഞെങ്കിലും ഇപ്പോൾ ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ എൻ്റെ മുൻപിലിരിക്കുന്ന ആളുകളും
മേലാൽ എന്നെ കേൾക്കാനിരിക്കുന്നവരുമായ ആളുകളുടെ പശ്ചാത്തലം മനസ്സിലാക്കിക്കൊണ്ട് വേണ്ടേ ഞാൻ ഓരോരോ കാര്യങ്ങൾ പ്രസംഗിക്കാൻ. അല്ലാതെ 2000 വർഷം മുമ്പ് പൗലോസ് അവിടെ പറഞ്ഞ കാര്യം അങ്ങനെ തന്നെയല്ലല്ലോ ഇവിടെ പറയേണ്ടത്. ഇവിടെ ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ഈ വക കാര്യത്തിലൊക്കെ കാലങ്ങളായി കേട്ടുകൊണ്ടിരിക്കുന്നവരും രക്ഷയെക്കുറിച്ച് സ്നാനത്തെക്കുറിച്ചൊക്കെ പിന്നെയും നിങ്ങളോട് പറയേണ്ട ഒരു കാര്യമില്ല. എങ്കിലും നമ്മൾ അതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിക്കാനിടയായതെന്താ? നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ മറ്റനേകർക്ക് പ്രയോജനപ്രദമാണ്. മറ്റനേകർക്ക്, കാരണം അനേക എൻക്വയറികൾ നമ്മുടെ മുമ്പിലുണ്ട്, എൻക്വയറികളുണ്ട്. ചുമ്മാ കമൻ്റ് എഴുത്ത് തൊഴിലാളികൾ കമൻ്റ് എഴുതുന്ന പോലെയല്ല. എൻക്വയറീസ്, ക്വസ്റ്റ്യൻസ്, ചോദ്യങ്ങൾ, സംശയ നിവാരണങ്ങൾ, വചനത്തിൻ്റെ ശരിയായ ഒരു കാഴ്ചപ്പാട് എന്താണ് എന്നൊക്കെ ചോദിക്കുന്ന മനുഷ്യരുണ്ട്. അവരെയാണ് ട്രൂത്ത് സീക്കേഴ്സ് എന്ന് വിളിക്കുന്നത്, സത്യാന്വേഷികൾ. എല്ലാ കൂട്ടത്തിലും സത്യാന്വേഷികളുണ്ട് സഹോദരങ്ങളെ. നമുക്കങ്ങനെയുള്ള മനുഷ്യരോടെല്ലാം ഒരു കമ്പാഷനുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളെല്ലാം ഇരുത്തിക്കൊണ്ട്, നിങ്ങളുടെ സമയം മെനക്കെടുത്തുകയാണെങ്കിൽ പോലും സാരമില്ല, ഞാൻ ദൈവവചനം പങ്കുവെച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുക. ഈ വചനങ്ങൾ മേലാൽ കേൾക്കുന്ന ആളുകൾക്ക് വളരെ അനുഗ്രഹമായിരിക്കണം, പ്രയോജനമായിരിക്കണം. അപ്പോൾ തന്നെ നമ്മൾ കടന്നു വന്ന പാതകളാണിതെല്ലാം. നമ്മൾ കടന്നു വന്ന പാതകളാണ്. ഈ പാതകളെ ഒന്നുകൂടെ ഒന്ന് ഓർക്കാൻ ഒരു റിവിഷൻ എന്ന വണ്ണമാണ് നിങ്ങളോടുള്ള ബന്ധത്തിൽ ഞാൻ ഇടപെടുന്നത്. അതേസമയം പുറമേയുള്ള മനുഷ്യരോട് ആദ്യമായി നമ്മളെ ശ്രവിക്കുന്നവരുണ്ടല്ലോ, അല്ലെങ്കിൽ പുതുതായി ക്രിസ്തീയ വിശ്വാസത്തെക്കുറിച്ചും അല്ലെങ്കിൽ നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങൾ എന്താണെന്ന് അന്വേഷിക്കുന്നവരുണ്ട്. അത്തരക്കാരോടുള്ള ബന്ധത്തിൽ അവർക്ക് പ്രയോജനപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓക്കെ, അപ്പോൾ ആ സഹോദരൻ പറഞ്ഞ കാര്യത്തിൻ്റെ മറുപടികൾ മനസ്സിലായോ നിങ്ങൾക്ക്? ഈ പറഞ്ഞ ഗൗരവമായ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഈ വക കാര്യങ്ങൾ തൽക്കാലം നിങ്ങൾ പെൻഡിങ്ങിൽ വെച്ചിട്ട് അത് എന്നേക്കുമായിട്ട് ഉപേക്ഷിക്കാനോ സഭ അത് ക്യാൻസൽ ചെയ്തെന്നാണോ അർത്ഥം? അവിടുത്തെ ആ ലോക്കൽ ചർച്ച് അല്ലെങ്കിൽ അവിടെയുള്ള ലോക്കൽ ചർച്ചുകളോടുള്ള ബന്ധത്തിൽ അവരോട് പറഞ്ഞ കാര്യമാണത്. പുതുതായിട്ടൊരു സ്ഥലത്ത് ഒരു സഭ ആരംഭിക്കപ്പെടുകയാണ്. ഒരു ദൈവദാസൻ അവിടെ വന്ന് ദൈവവചനം പറയുന്നു. ഒരു 5-10 പേര് കടന്നു വരുന്നു. അവരാരും സ്നാനപ്പെട്ടിട്ടില്ല, ജസ്റ്റ് കേൾക്കാൻ കടന്നു വരുന്നു. ആ ദൈവദാസൻ കുടുംബമായിട്ട് അവിടെ ശുശ്രൂഷിക്കുന്നു. അങ്ങനെ കടന്നു വരുന്ന ആ മനുഷ്യരോട് ഇദ്ദേഹം സുവിശേഷം പറയാൻ ആരംഭിക്കുമ്പോൾ അന്ന് രാവിലെ ബൈബിൾ തുറന്നപ്പോൾ കിട്ടിയത് എബ്രായ ലേഖനം 6-ാം അധ്യായമാണ്. ആ 6-ാം അധ്യായം ഇങ്ങനെ വായിച്ചു കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ ഇങ്ങനെ യൂട്യൂബ് ഒന്ന് തുറന്നു നോക്കിയിട്ട് അവിടെ നമ്മുടെ സജി പാസ്റ്റർ ഉണ്ടല്ലോ ബാംഗ്ലൂരുള്ള, പുള്ളിയുടെ ഒരു പ്രസംഗവും കിടപ്പുണ്ട്. ആ പ്രസംഗവും നോക്കി അതിനടിയിലെ കമൻസ് ഒക്കെ നോക്കിയപ്പോൾ ആരോ ഒരാൾ വാണിംഗ് കൊടുത്തിരിക്കുകയാണ് ആ പാസ്റ്റർക്ക്. മേലാൽ നിർജീവ പ്രവർത്തികളെക്കുറിച്ചുള്ള മാനസാന്തരം പ്രസംഗിക്കരുത്, സ്നാനത്തെക്കുറിച്ചൊന്നും പറയരുത്. അതൊക്കെ അപ്പോസ്തലന്മാർ നിർത്തി. ഇപ്പോൾ കൊച്ചുകുട്ടികളെ മാമോദീസ മുക്കി പിന്നെ ഒന്നുമില്ല, അങ്ങനെ അങ്ങ് മുന്നോട്ട് പോകുക എന്ന് പറയുമ്പോൾ ആ ശുശ്രൂഷകൻ അത് കണ്ട് അന്തം വിട്ടുപോയാൽ എങ്ങനെ ഇരിക്കും? പുള്ളിക്കാരൻ തീരുമാനിക്കുക, ആ സഹോദരൻ പറഞ്ഞ പോലെ ഞാൻ പെരുമാറിയേക്കാം, ഇനി ഞാൻ മാനസാന്തരത്തെക്കുറിച്ചൊന്നും പറയുന്നില്ല, സ്നാനത്തെക്കുറിച്ചൊന്നും പറയുന്നില്ല എന്ന ഒരു തീരുമാനത്തിലെത്താൻ പറ്റുമോ? ഇത് അവിടെ അന്ന് പറഞ്ഞതിൻ്റെ ഗൗരവം മനസ്സിലാക്കുക. ഇത് സീനിയർ വിശ്വാസികളോടുള്ള ബന്ധത്തിലാണ് പറയുന്നത്. വിശ്വാസത്തിൽ വന്നിട്ട് കാലങ്ങളായവരോട് പറയുകയാണ്, അങ്ങനെയുള്ള ശുശ്രൂഷകന്മാരോടും പറയുകയാണ്. വിശ്വാസികളോട് എന്താ പറയുന്നത്? നിങ്ങളിങ്ങനെയാകണം. ശുശ്രൂഷകന്മാർക്ക് അതിനകത്തുനിന്ന് ഒരു പറയാതെ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യം എന്താ? നിങ്ങളുടെ വിശ്വാസികളെ നിങ്ങൾ ഉയർന്ന തലത്തിലേക്ക് കൊണ്ടുവരണം. എന്നും പാല് കുടിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ല വേണ്ടത്. ഗൗരവമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ പാകത്തിന് അവരെ പ്രാപ്തമാക്കണം എന്നുള്ളൊരു സന്ദേശം അവിടെയുണ്ട്. അതിന് കഴിയണമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തൽക്കാലം പെൻഡിങ്ങിൽ വെക്കുക. അതൊരിക്കലും മാറ്റാവുന്ന കാര്യങ്ങളാണോ? നിത്യശിക്ഷാവിധിയെക്കുറിച്ചുള്ള പ്രസംഗം അവസാനിപ്പിക്കാൻ പറ്റുമോ? കർത്താവ് യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവിനെക്കുറിച്ച്, പുനരാഗമനത്തെക്കുറിച്ച് പ്രസംഗിക്കാതിരിക്കാൻ പറ്റുമോ? ആ പ്രസംഗം എങ്ങനെ മാറ്റിവെക്കാൻ പറ്റും? അപ്പോൾ ക്രിസ്തുയേശു ക്രൂശിൽ സാധിപ്പിച്ചു തന്ന രക്ഷയും അവിടെ നിന്നുള്ള വളർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ആ സമർപ്പിത ജീവിതത്തെക്കുറിച്ച്, അനുദിനം ക്രൂശ് എടുക്കേണ്ടതിനെക്കുറിച്ച്, ഇടുക്കമുള്ള വാതിൽ കണ്ടെത്തുന്നതിനെക്കുറിച്ച്, ഞെരുക്കമുള്ള വഴിയിലൂടെ ഹട്ടിംഗ് പാത്തിലൂടെ മൂവ് ചെയ്യേണ്ടതിനെക്കുറിച്ച്, പിന്നെ നുകം ഏറ്റെടുക്കേണ്ടതിനെക്കുറിച്ച്, അങ്ങനെ അനവധി ഗൗരവമായ കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ജനത്തെ ധരിപ്പിക്കണം. ചുമ്മാ അങ്ങനെ കേട്ടിട്ട് പോവുക എന്നുള്ളതല്ല. ഈ ഗൗരവമായ കാര്യങ്ങളൊക്കെ ആളുകളെ ധരിപ്പിക്കണം എന്നുള്ളതാണ് അവിടെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ ഇതെല്ലാം ക്യാൻസൽ ചെയ്തെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് എന്താ പറയുക? നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സുവിശേഷം അറിയിച്ച് സകലരെയും ശിഷ്യരാക്കണം, അവരെല്ലാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മാമോദീസ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞ കാര്യം അതൊക്കെ എപ്പോൾ എവിടെ വെച്ച് ക്യാൻസൽ ചെയ്തു എന്നൊക്കെ മറുപടി പറയേണ്ടി വരും. അതിനൊന്നും മറുപടി പറയാൻ ആരെക്കൊണ്ടും കഴിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ സഹോദരൻ്റെ ആ ആശയത്തെ ഞാൻ വിട്ടുകളയുന്നു.
അതുകൊണ്ട് ആ സഹോദരൻ്റെ ആ ചോദ്യത്തിന് മറുപടി ഇത്ര മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. തുടർന്ന് അത് കഴിഞ്ഞ് നമ്മൾ കഴിഞ്ഞ ആഴ്ച കാണിച്ച ഒരു വീഡിയോയുടെ ഒരു വിശദീകരണം നിങ്ങൾക്ക് തരാനുണ്ടായിരുന്നു. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ മൂറോനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാനുണ്ടെന്ന്. അങ്ങനെ പറയാനിരിക്കുമ്പോഴാണ് ഓർത്തഡോക്സ് സമൂഹത്തിലെ ഒരു സീനിയറായിട്ടുള്ള പുരോഹിതൻ അദ്ദേഹം ഈ ദിവസങ്ങളിൽ സ്നാനത്തെക്കുറിച്ച് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അവിചാരിതമായി നമ്മുടെ കൺവെട്ടത്ത് കണ്ടതാണ്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാമാണ് അദ്ദേഹം പറയുന്നത് തന്നെ. അദ്ദേഹം പറയുന്ന ഒരു കാര്യം കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു. അത് ശരിക്കും ഒന്ന് കേട്ടാലേ നിങ്ങൾക്ക് മനസ്സിലാകുള്ളൂ. ഒത്തിരിയില്ല, കുറച്ച് ഒന്ന് കേട്ടിട്ട് അതിൻ്റെ ആ ഒരു ആഴം നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അദ്ദേഹം പറയുന്ന ആ കാര്യങ്ങൾ ആ വീഡിയോയിലൂടെ അല്പമൊന്ന് നമുക്ക് ശ്രവിക്കാം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു വിശദീകരണത്തിലേക്ക് വരാം. വളരെ സൂക്ഷിച്ച് ശ്രദ്ധിച്ചില്ലെങ്കിൽ വാക്യങ്ങൾ ട്വിസ്റ്റ് ചെയ്യുന്നത് മനസ്സിലാവില്ല. വളരെ സൂക്ഷിച്ച് കേൾക്കണം. അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്, അതായത് പരിശുദ്ധാത്മാവ് എന്താണോ ഉദ്ദേശിച്ചത് അതിന് വിഭിന്നമായിട്ട് അവരുടെ മതസംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പാകത്തിന് ആ കാര്യങ്ങളെ അവർക്കനുകൂലമായിട്ട് അവർ പ്രസംഗിച്ചും പഠിപ്പിച്ചും കൊണ്ടുവരുന്നത്. അതിനെയാണ് നമ്മൾ വില കുറച്ച് ഈ ശിശുക്കൾ വേണ്ട എന്ന് പറഞ്ഞ്, അല്ലെ കുഞ്ഞുങ്ങൾ ഇവിടെ വേണ്ട എന്ന് പറഞ്ഞ് അവരെ മാറ്റി നിർത്തുന്നത്. എനിക്ക് വളരെ കഷ്ടം തോന്നിയിട്ടുണ്ട്. ഈ ചില പെന്തിക്കോസ്റ്റൽ സഭകളിലൊക്കെ അവർക്ക് ഞാൻ ചെറുപ്പത്തിൽ പോയിട്ടുണ്ട് അവിടെ. ഞാൻ വളരെ കുഞ്ഞായിരിക്കുമ്പോൾ ഈ പെന്തിക്കോസ്റ്റുകാരുടെ ഞങ്ങളുടെ പ്രദേശത്തൊക്കെ പെന്തിക്കോസ്റ്റുകാരുടെ മീറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അന്നൊക്കെ അവിടെയൊക്കെ പോകുമായിരുന്നു. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഈ തിരുവത്താഴം എന്ന് പറയുന്ന പരിപാടിയുണ്ട്. ആ തിരുവത്താഴത്തിന് കുഞ്ഞുങ്ങൾക്ക് മാത്രം ഇതൊന്നും കൊടുക്കുകയില്ല. കുഞ്ഞുങ്ങൾക്ക് തിരുവത്താഴത്തിൽ യാതൊരു ബന്ധവുമില്ല, അവരെ അടുപ്പിക്കുകയില്ല അങ്ങോട്ട്. അത് എന്തൊരു പ്രാക്ടീസാണ്. ഓർത്തു നോക്ക്, യേശുക്രിസ്തു അങ്ങനെയാണ്. നമ്മുടെ കർത്താവ് അങ്ങനെ ചെയ്യുമോ? കുഞ്ഞുങ്ങളെ മാറ്റി നിർത്തിയേച്ച് കുഞ്ഞുങ്ങൾക്ക് തരികയില്ല എന്ന് പറഞ്ഞ് നിർത്തുമോ? ആദ്യം കുഞ്ഞുങ്ങൾക്കല്ലേ കൊടുക്കുന്നത്. അപ്പം അതുകൊണ്ട് ഈ കുഞ്ഞുങ്ങളെ മാറ്റി നിർത്തുന്ന ആ ഒരു പരിപാടി വളരെ പ്രാകൃതമാണ്. നമ്മൾ ചിന്തിക്കണം. ഒരു മനുഷ്യന്റെ പേഴ്സണാലിറ്റിയിൽ 3 കാര്യങ്ങൾ ഉണ്ടെന്ന് നമുക്കറിയാം. 3 components in a human being. എന്തൊക്കെയാണ്? ബോഡി, മൈൻഡ് ആൻഡ് സോൾ. ഇത് 3 ഉണ്ട്. ഇതിൽ 3ഉം ഒരേ തരത്തിൽ സന്തുലിതമായി നമ്മൾ വളർന്നു വരണം എന്നാണ് ആഗ്രഹിക്കുന്നത്, അല്ലേ? എല്ലാവർക്കും ആഗ്രഹമാണ്. കുട്ടിയുടെ ബോഡി വളരണം, അതോടൊപ്പം അവന്റെ മനസ്സ് വളരണം, അതോടൊപ്പം അവന്റെ ആത്മാവും വളരണം എന്നല്ലേ നമ്മൾ ചിന്തിക്കാറുള്ളത്. എന്നാൽ ഈ കുഞ്ഞുങ്ങൾക്ക് മാമോദിസ കൊടുക്കരുത് എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളുടെ ശരീരവും മനസ്സും വളരട്ടെ, ആത്മാവ് വളരണ്ട എന്നാണ്. ആത്മാവ് വളരണ്ടേ? ഞാൻ ചോദിക്കട്ടെ, കുഞ്ഞുങ്ങൾക്ക് അറിവില്ല എന്നുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാക്കാനുള്ള ശേഷിയായിട്ടില്ല എന്നുള്ളത് കൊണ്ട് അവരുടെ ബോഡി വളരണ്ട നമ്മൾ വെക്കുമോ? കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കുന്നത് നമ്മൾ നിർത്തുമോ? കുഞ്ഞുങ്ങൾക്ക് അത് മനസ്സിലാക്കാനുള്ള കഴിയില്ല. ഈ ആഹാരം കഴിച്ചാൽ എനിക്ക് പ്രയോജനമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് വളരാൻ സാധിക്കും എന്ന് കുട്ടിക്ക് മനസ്സിലാവാത്തത് കൊണ്ട് കുഞ്ഞിന് ആഹാരം കൊടുക്കാതിരിക്കുമോ? അത് മനസ്സിലാക്കിയതിന് അല്ലെങ്കിൽ വിശ്വസിച്ചതിന് ആഹാരം കൊടുക്കാൻ പറ്റുള്ളൂ നമ്മൾ ശഠിക്കുമോ? അതുപോലെ തന്നെ കണ്ടിട്ടില്ലേ, കുഞ്ഞുങ്ങളെയൊക്കെ 1ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ നഴ്സറിയിലൊക്കെ ചേർക്കാൻ കൊണ്ടുവരുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ആറ് കയറിയാണ് വരുന്നത്. എന്തിനാണ്? അവർക്കറിയാൻ പാടില്ല എങ്ങോട്ടായി കൊണ്ടുപോകുന്നത്. അവരെന്തിനാണ്? നന്മയ്ക്ക് വേണ്ടിയാണ്, അവർ പഠിക്കാൻ വേണ്ടിയാണ്, അവരുടെ മനസ്സ് വളരാൻ വേണ്ടിയാണ്. പക്ഷെ അതിനോട് യോജിക്കുന്നില്ല. ആ കുഞ്ഞുങ്ങൾക്ക് വീട്ടിലിരിക്കുന്ന ഇഷ്ടം. അമ്മയുടെ അടുത്തിരുന്ന് ഇങ്ങനെ പറഞ്ഞ് അമ്മയുടെ പട്ടത്തിൽ ഇങ്ങനെ നിൽക്കുന്നതാണ് കുഞ്ഞുങ്ങൾക്കിഷ്ടം. സ്കൂളിലേക്ക് വിടുന്നത് അല്ലെങ്കിൽ അവരുടെ ഇന്റലക്ച്വൽ ഗ്രോത്തിനായിട്ട്, അവരുടെ മനസ്സ് വളരാനായിട്ട് അവരെ കൊണ്ടുപോകുന്നവർക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് അവർ കിടന്ന് അലക്കുകയും കരയുകയൊക്കെ ചെയ്യുന്നത്. സഹോദരങ്ങളെ, ഈ വീഡിയോയിലൂടെ ഓർത്തഡോക്സിലെ ഒരു സീനിയർ പുരോഹിതനാണ്. അദ്ദേഹം ഒരു കോറെപ്പിസ്കോപ്പയാണ്. അദ്ദേഹം അവരുടെ സെമിനാരിലൊക്കെ പഠിപ്പിക്കുന്ന ആവും. പിന്നെ അദ്ദേഹം ബാപ്റ്റിസവുമായി ബന്ധപ്പെട്ട് അങ്ങനത്തെ കാര്യങ്ങളെല്ലാമാണ് പറഞ്ഞു വരുന്നത്. അതിപ്പോൾ ഏതുകൊണ്ട് അതിൻ്റെ ഒരു 18ാമത്തെ എപ്പിസോഡാണ് എനിക്ക് കാണാനായിട്ട് കഴിഞ്ഞത്. ഇപ്പോൾ ഇത് 19ാമത്തെ എപ്പിസോഡാണ്. ഇന്നലെ മിനിങ്ങാന്നോ മറ്റോ വന്നതാണ്. നമ്മൾ കേട്ടു തുടങ്ങിയ ഭാഗത്ത് അദ്ദേഹം പറയുന്നത്, ഈ പെന്തക്കോസ്തുകാരെന്ന് പറയുന്നൊരു കൂട്ടരുണ്ട്. അവരുടെ ഇടയിൽ ഇങ്ങനെ ഒരു പ്രാക്ടീസ് ഉണ്ട്. ഈ തിരുവത്താഴം എന്ന് പറയുന്നൊരു പരിപാടിയുണ്ട് അവർക്ക്. താൻ ഏതോ ഒരു ചെറുപ്രായത്തിൽ അവരുടെ ഇടയിലൊക്കെ പോയിട്ടുണ്ട്. അവരെക്കുറിച്ചുള്ള ഒരു അറിവുണ്ട്. പിന്നീട് ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ അവർ ഈ കുട്ടികളെ മാമോദീസ ഏൽപ്പിക്കുന്നത് വിലക്കുന്നവരാണെന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്.
അതൊക്കെയാണ് അതിൻ്റെ ഒരു വിശദീകരണം. അപ്പോൾ അതിൻ്റെ തുടക്കത്തിൽ ഞാൻ പറയട്ടെ, ഈ സീനിയർ ആയിട്ടുള്ള പുരോഹിതൻ പറഞ്ഞു വരുന്നത് പെന്തക്കോസ്തുകാരുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത്. അപ്പോൾ പെന്തക്കോസ്തുകാരുമായി ബന്ധപ്പെട്ട കാര്യം അദ്ദേഹം പറയുന്നു എന്ന് കരുതി അദ്ദേഹം പെന്തക്കോസ്തുകാരെ അങ്ങ് അപമാനിക്കാനും വിമർശിക്കാനും കൊല്ലാനും വേണ്ടിയൊന്നും പറയുന്നതല്ല അത്. അവരുടെ ഇടയിലുള്ള ആ ജനത്തെ കാര്യങ്ങളെ പറഞ്ഞ് ധരിപ്പിക്കാൻ, ബോധ്യപ്പെടുത്താൻ അദ്ദേഹത്തിന് ആ പദപ്രയോഗം ഉപയോഗിക്കാതെ ഒക്കില്ലല്ലോ. നമ്മുടെ ഇടയിൽ ക്രിസ്ത്യാനികൾ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നതിൽ പല കൂട്ടരുണ്ട്. അതിലൊരു കൂട്ടരാണ് പി എന്ന പേര് തുടങ്ങുന്ന, പി എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന ആൾക്കാർ. അങ്ങനെ പറഞ്ഞ ആളുകൾക്ക് മനസ്സിലാവുമോ? അത് മനസ്സിലാകാതെ കൊണ്ടല്ലേ അദ്ദേഹം പറഞ്ഞത് പെന്തക്കോസ്തുകാരെന്ന് പറയുന്നൊരു കൂട്ടരുണ്ട്, അവരുടെ രീതി ഇങ്ങനെയാണ്. അങ്ങനെ പറഞ്ഞെന്ന് ഓർത്ത് നമുക്കൊല്ലോ ദോഷമുണ്ടോ? അദ്ദേഹം ഒരു വിഷയം അവതരിപ്പിക്കാൻ വേണ്ടി അങ്ങനെ പറഞ്ഞതാ, അല്ല നമ്മളെ അപമാനിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. തന്നെയല്ല, നമ്മുടെ ഉപദേശ കാര്യങ്ങളെ അദ്ദേഹത്തിന് ഖണ്ഡിക്കണം, എന്നിട്ട് അവരുടെയാണ് ശരിയെന്ന് സ്ഥാപിക്കണം. 101% അവർ മുറുകെ പിടിച്ചിരിക്കുന്ന ഓർത്തഡോക്സിയാണ് കറക്റ്റ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് മറു സൈഡിലുള്ള ഈ അവരുടെ ഇടയിൽ നിന്ന് ആളുകൾ കൂടുതൽ ഇറങ്ങിപ്പോകുന്ന സ്ഥലം ഏതാണോ ആ സ്ഥലത്തുള്ള ഉപദേശങ്ങളെ അതിനെ എടുത്തു വെച്ചിട്ട് ഖണ്ഡിക്കുകയാണ്, അല്ലെങ്കിൽ വിശദീകരിക്കുകയാണ്. ഇത് തന്നെയാണ് നമ്മളും ചെയ്യാറ്. ചില ആൾക്കാർ വന്നിട്ട് നമ്മളോട്, നമ്മുടെ ഇടയിൽ തന്നെയുള്ളവരും വെളിയിലുള്ളവരും രണ്ടു കൂട്ടരും പറയും, നിങ്ങൾ എന്തിനാ വിമർശിക്കുന്നത്, നിങ്ങൾ എന്തിനാ ക്രിട്ടിസൈസ് ചെയ്യുന്നതെന്ന്. എനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടാറില്ല ഇവരെന്താ ഉദ്ദേശിക്കുന്നതെന്ന്. ഒരു കാര്യം തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചില കാര്യങ്ങൾ പറയുന്നത്. ഓർത്തഡോക്സ് സമൂഹത്തിൽ അവരുടെ ടീച്ചിങ് ഇങ്ങനെയാണ്, നമ്മളിങ്ങനെ പറഞ്ഞെന്നോർത്ത് അവർ ടീച്ചിങ് നാളെ രാവിലെ മാറ്റാൻ പോകുന്നുണ്ടോ? ഒന്നുമില്ല. ആ കാര്യത്തെക്കുറിച്ച് ബൈബിൾ വെച്ചിട്ട് നമ്മളൊരു വിശകലനം കൊടുക്കുകയാണ്, അതിൻ്റെ ഒരു വിശദീകരണം, ഇങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളെന്ന്. അതുപോലെ അവരും അങ്ങനെ ചെയ്യുന്നു. അതിനകത്ത് എന്താ തെറ്റിരിക്കുന്നത്? ഇങ്ങനെയല്ലേ പരസ്പരം മുന്നോട്ട് പോകാൻ കഴിയുന്നത്? അവർ പഠിച്ചോട്ടെ, അവർ പഠിപ്പിച്ചോട്ടെ നമ്മുടെ ഇടയിലുള്ള കാര്യങ്ങളെ, നമ്മളും പഠിപ്പിക്കും, അത്രയേ ഉള്ളൂ. നമ്മളും കാര്യം പറയും. ഇപ്പം അവരുടെ ഇടയിലുള്ള ഒരാൾ പറഞ്ഞു കേട്ടില്ലേ, സ്നാനം നിർത്തലാക്കി അപ്പോസ്തലന്മാരെന്ന്. അതായത് അപ്പോസ്തലന്മാരിൽ അവസാനത്തെ ആൾ യോഹന്നാനാണ്. യോഹന്നാൻ മരിക്കുന്നതിന് മുമ്പ് ആയിരിക്കും ചിലപ്പോൾ, അതിൻ്റെ ഡേറ്റും കാര്യവും പുള്ളിക്ക് അറിയാമോ എന്നറിയില്ല. അപ്പോൾ അതൊക്കെയാണ് അവരുടെ പഠനത്തിൽ നിന്ന് അവരുടെ ശിഷ്യഗണങ്ങൾ പറഞ്ഞു കൊണ്ടുവരുന്നത്. അതേസമയം നമുക്ക് നമ്മുടെ ആൾക്കാരെ പഠിപ്പിച്ച് പുറത്തു കൊണ്ടുവരുമ്പോൾ അവർക്ക് നല്ല രീതിയിൽ കാര്യങ്ങൾ പറയാനായിട്ട് പ്രാപ്തിയുണ്ട്. എനിക്ക് നല്ല നിശ്ചയമുണ്ട്, നല്ല മറുപടികൾ കൊടുക്കാൻ പ്രാപ്തിയുള്ള സഹോദരങ്ങൾ നമുക്ക് ധാരാളം പേരുണ്ട്. വചനം പഠിക്കുന്നവർ, വചനത്തിൽ വളരുന്നവർ. അതൊരു അഭിമാനമല്ലേ? അതൊരു അഭിമാനമാണ്. അപ്പോൾ അദ്ദേഹം ആ തുടക്കത്തിൽ പറഞ്ഞ കാര്യം ഇതാണ്, പെന്തക്കോസ്തുകാരെന്ന് പറയുന്ന ആളുകളോടുള്ള ബന്ധത്തിൽ അവരുടെ അനുവർത്തിക്കുന്ന രീതി. പിന്നെ ഒരു ചെറിയ പുച്ഛസ്വരം അതുണ്ടല്ലോ, അത് അവരുടെ ഉള്ളിലുണ്ട്. നമ്മളത് അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവരാണ്. വിളിക്കപ്പെട്ടവരും വിധിക്കപ്പെട്ടവരൊക്കെയാണ്. നമ്മളെ ആരെങ്കിലും പരിഹസിക്കണ്ടേ, നമ്മളെ ആരെങ്കിലും നിന്ദിക്കണ്ടേ, നമ്മളെ ആരെങ്കിലും പഴിക്കണ്ടേ? അതിനൊക്കെ വേണ്ടി ഇവരെയൊക്കെ വെച്ചിരിക്കുന്നത്. നമുക്ക് ചില കിരീടങ്ങളൊക്കെ ലഭിക്കേണ്ടതുണ്ട്, ചില റിവാർഡുകൾ നമുക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ചില മനുഷ്യരെ അവിടെ എവിടെയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ശിമയി എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുള്ളവർ കാണും ഇതിനകത്ത്, എല്ലാവരും ഒന്നും കേട്ടിട്ടുണ്ടാവില്ല. ശിമയി ദാവീദിനെ ശപിക്കുകയാണ്. ദാവീദിൻ്റെ കെട്ടകാലത്ത് ദാവീദ് ഇങ്ങനെ കെദ്രോൻ തോട് കടന്ന് ഇങ്ങനെ പോകുന്നൊരു പോക്കുണ്ട്. ആ സമയത്ത് തൻ്റെ മകൻ ഭരണം പിടിച്ചെടുത്ത സമയം. അങ്ങനെ ദാവീദ് അവിടെ നിന്ന് വിട്ട് പലായനം ചെയ്ത് പോകേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ ആ സമയത്ത് അങ്ങനെ പോകുമ്പോഴാണ് ഈ ശിമയി തന്നെ ശപിക്കുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ട് ദാവീദ് മടങ്ങി വരുന്ന സമയത്ത് ഈ കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ദാവീദ് പറയാണ്, ശിമയി അതിനുവേണ്ടി വെച്ചിരിക്കുകയാണ്, അവൻ ശപിക്കട്ടെ എന്ന്. ശിമയി അതിനുവേണ്ടി വെച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞ പോലെ നമുക്ക് ചുറ്റും ആളുകളെയൊക്കെ വെച്ചിട്ടുണ്ട്. അതിൽ ചിലർ പരിഹസിക്കും, ചിലർ നിന്ദിക്കും, അങ്ങനെ പല കാര്യങ്ങളുമൊക്കെ ചെയ്യും. ഞാൻ ഈ ബഹുമാനപ്പെട്ട പുരോഹിതനോടുള്ള എല്ലാ റെസ്പെക്റ്റും കീപ്പ് ചെയ്തുകൊണ്ടാണ് സംസാരിക്കുന്നത് കേട്ടോ, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ആരും. തുടർന്നും അദ്ദേഹം പറയുന്ന കുറേ കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ 2 വീഡിയോയിൽ നിന്നും ചില ഭാഗങ്ങൾ എടുത്തുകൊണ്ട് നമ്മൾ ചില വിശദീകരണങ്ങൾ നൽകേണ്ടതുണ്ട്. അപ്പോൾ ഈ ഭാഗത്ത് ഇങ്ങനെ അദ്ദേഹം പറഞ്ഞു വരുമ്പോൾ അദ്ദേഹം ഉയർത്തുന്നൊരു വലിയ ആശയമാണ്. ആ ആശയം 2 വാക്യത്തിലൂടെ മുന്നമേ വായിച്ചിട്ടുള്ളതാണ്, പക്ഷേ എനിക്ക് ഇന്നത് കുറച്ചുകൂടെ ഗൗരവമായിട്ട് കത്തി. അതുകൊണ്ട് ആ വാക്യം ഒന്ന് വായിക്കണം. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 14-ാം വാക്യം, മാത്യു ചാപ്റ്റർ 19 വേഴ്സ് 14. അതിൻ്റെ അനുബന്ധമാണ് ലൂക്കോസ് 18-15. രണ്ടും ഒരു കാര്യം തന്നെയാണ്. രണ്ടും നമുക്കൊന്ന് വായിച്ചേക്കാം. മത്തായി 19-14. യേശുവോ, ശിശുക്കളെ എന്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, അവരെ തടുക്കരുത്.
സ്വർഗരാജ്യം ഇങ്ങനെയുള്ളവരുടേതല്ലോ എന്ന് പറഞ്ഞു. ഓക്കെ, മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യമാണ് നമ്മൾ പറഞ്ഞത്. എന്നാൽ അതിൻ്റെ തൊട്ട് മുകളിൽ 13 മുതൽ ശരിക്കും പറയണം. അതായത് ഈ അച്ഛൻ പറഞ്ഞത് 14-ാം വാക്യമാണ്, അത് ഞാൻ നോട്ട് ചെയ്ത് വെച്ചത്. അതുകൊണ്ടാണ് ഞാൻ 14-ാം വാക്യം വായിക്കാൻ പറഞ്ഞത്. പക്ഷെ നമ്മളങ്ങനെ വായിക്കില്ല, അവിടെയാണ് വിഷയം. നമ്മൾ 14-ാം വാക്യം വായിക്കില്ല, നമ്മൾ 13 മുതലേ വായിക്കൂ. ഷാഢ്യമാണ്, ഭയങ്കര നിർബന്ധമാണ് നമുക്ക്. 14-ാം വാക്യം വായിക്കാൻ പറഞ്ഞാൽ നമ്മൾ വായിക്കില്ല, 14-ാം വാക്യം മുതൽ വായിക്കും. മനസ്സിലാക്കിക്കോണം ഇപ്പോൾ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ 13-ാം വാക്യത്തിൽ എന്താ കാണുന്നത്? അവൻ കൈവച്ചു പ്രാർത്ഥിക്കേണ്ടതിന് ചിലർ ശിശുക്കളെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ആ വാക്യത്തിൽ സൂക്ഷിച്ച് നോക്കണം. യേശുക്രിസ്തു കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതിന് മീൻസ് ബ്ലെസ് ചെയ്യേണ്ടതിന്, അനുഗ്രഹിക്കേണ്ടതിന്, ഗുരുവാണല്ലോ. പ്രാർത്ഥിക്കേണ്ടതിന് ചിലർ ശിശുക്കളെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ശിഷ്യന്മാർ അവരെ വിലക്കി. അതായത് കർത്താവ് ഗൗരവമായ പ്രഭാഷണത്തിൽ ഏർപ്പെട്ടിരിക്കുക. അപ്പോൾ അഷേഴ്സ് എന്ന നിലയിൽ ശിഷ്യന്മാരിങ്ങനെ ചുറ്റും നടക്കുകയാണല്ലോ. നീ അവിടെ ഇരിക്കുക, നിങ്ങൾ ഇവിടെ ഇരിക്കുക, കുട്ടികൾ സംസാരിക്കരുത്, പിന്നെ അതിലെ പൂച്ചയൊന്നും ഓടരുത്, അത് ഓടരുത്, ഇത് ഓടരുതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇവർ വോളണ്ടിയർമാരെന്നുള്ള നിലയിൽ ഈ ശിഷ്യന്മാരിങ്ങനെ ഓടി നടക്കുക. അപ്പോൾ ഉണ്ട് ആൾക്കാർ തിക്കി തിരക്കി കയറി വരിക, കുറേ പിള്ളേരൊക്കെ ആയിട്ട്. ഓണത്തിനിടയ്ക്കാണോ പൂട്ടുകച്ചവടം എന്നുള്ളതാണ് ശിഷ്യന്മാർ ചിന്തിച്ചത്. ശിഷ്യന്മാർ പറഞ്ഞു, നിൽക്കവിടെ, നിൽക്കവിടെ, ഇപ്പോൾ അങ്ങോട്ട് കടന്നുപോയി ഗുരുവിനെ അസഹ്യപ്പെടുത്തരുത്. ശിഷ്യന്മാർ അവരെ തടഞ്ഞു. അതാണ് കാണുന്നത്. ഇപ്പം ഇത് കോറപ്പിസ്കോപ്പ് എന്തെന്നാ പറഞ്ഞു വരുന്നത്? ശിഷ്യന്മാർ ശിശുക്കളെ തടഞ്ഞെന്നാണ്. സിറിയൻ ഓർത്തഡോക്സ് ആകട്ടെ, അന്താരാഷ്ട്ര ഓർത്തഡോക്സ് ആകട്ടെ, ഈ ഏത് ഓർത്തഡോക്സ് ഈ വാക്യം വായിച്ചിട്ട് എന്തെന്നാ പറയുന്നത്? ശിഷ്യന്മാർ ശിശുക്കളെ തടഞ്ഞെന്ന്. പക്ഷെ പെന്തിക്കോസുകാരൻ എന്തെന്ന് പറയും ഇതിന്? ശിഷ്യന്മാർ ശിശുക്കളെ തടഞ്ഞിട്ടില്ല. പിന്നെ എന്താ ചെയ്തത്? ശിശുക്കൾ എന്ന തന്നെ നടന്നു വന്നതാണ് ഇങ്ങോട്ട്. ശിശുക്കളെ 2 മാസം പ്രായമായ കൊച്ചും 3 മാസം പ്രായമായ കൊച്ചും, അല്ലെങ്കിൽ 2 വയസ്സ് 3 വയസ്സ് 4 വയസ്സ്, അതിനെയൊക്കെയാണല്ലോ പൊതുവെ അങ്ങനെ വിളിക്കുന്നത്. ഈ കുഞ്ഞുങ്ങളൊക്കെ യേശു അപ്പച്ചൻ അവിടെയുണ്ട്, ഞങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ളൂ, ഒന്ന് പോയേക്കാം, എല്ലാവരും കൂടെ ചാടി എഴുന്നേക്ക്. 1 വയസ്സുകാരനെ 6 മാസക്കാരനെ തൊട്ടിലിൽ പോയി കുലുക്കി വിളിക്കുന്നു, എടാ മോനെ എഴുന്നേക്കടാ, വാടാ പോവാം, യേശു കർത്താവ് അവിടെ പ്രസംഗിക്കുന്നുണ്ട്, നമുക്ക് പോയി ബ്ലെസ്സിങ് മേടിക്കാം. അപ്പോൾ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ 4 വയസ്സുകാരൻ അപ്പുറമുണ്ട് അടുത്ത വീട്ടിലെ, അവനും ചാടി വന്നു. അപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിലെ 2.5 വയസ്സുകാരൻ അവനും ചാടി വന്നു. അവനിങ്ങനെ പാൽ കുടിച്ചുകൊണ്ടിരിക്കുക, പാൽക്കുപ്പി എറിഞ്ഞ് കളഞ്ഞിട്ട് ഓടി വന്നു. ബ്ലെസ്സിങ്ങിന് പോയേക്കുക, ഞങ്ങൾ രക്ഷ പ്രാപിക്കാനും പിന്നെ കർത്താവിൽ നിന്ന് കേൾക്കാനും ഒക്കെ ആയിട്ട് പോവുക. അങ്ങനെയാണോ? ഇത് എന്താ സഹോദരങ്ങളെ പറയുന്നത്? ഒരു വാക്യത്തിൻ്റെ പൊരുൾ തിരിക്കുന്നേ കാണുന്നത്. എന്നെക്കാളും വളരെ സീനിയറും ബഹുമാന്യനുമായ അദ്ദേഹം തിരിച്ച തിരിക്കൽ ഞാനൊന്ന് വേറെ രീതിയിൽ തിരിക്കുക, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. ഇവിടെ ശിഷ്യന്മാർ ശിശുക്കളെ ഒന്നും തടഞ്ഞിട്ടില്ല. ശിശുക്കളുമായി വന്ന മാതാപിതാക്കളെയാണ് തടഞ്ഞത്. ശിശുക്കൾ തനിച്ചല്ലല്ലോ വരുന്നത്. അതായത് അവിടെ നടക്കുന്ന പ്രഭാഷണം, കർത്താവിൻ്റെ ഭാഷണം കേൾക്കാൻ ആളുകളിരിക്കുക, അല്ലെങ്കിൽ പല ശുശ്രൂഷകളൊക്കെയാണല്ലോ. അതിനൊരു തടസ്സം ഉണ്ടാകേണ്ടെന്നുള്ള നിലയിൽ മാനുഷികമായി അവർ ചിന്തിക്കുന്നു, അത്രയേ ഉള്ളൂ. ഈ വളരെ സീനിയറായിട്ടുള്ള പത്രോസ് പോലും ഒരു സീരിയസ് ആയ കാര്യം പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? അരുത് കർത്താവേ എന്നാണ് പറഞ്ഞത്. അപ്പോൾ കർത്താവ് എന്താ പറഞ്ഞത്? നീ മനുഷ്യരുടേതായി ചിന്തിക്കുന്നത്, പോ പിശാച് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവർ ചില സമയത്ത് ഉയർന്ന ആത്മീയത്തിൽ സംസാരിക്കുകയും ഇടപെടും, ചില സമയത്ത് മാനുഷികമായി ഇടപെടും. കാരണം അവർ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടില്ല, ശരിയായ വീണ്ടും ജനനത്തിൻ്റെ ഗൗരവത്തിലേക്ക് വന്നിട്ടില്ല. കർത്താവിൻ്റെ കൂടെ നടക്കുന്നു എന്നേ ഉള്ളൂ. ആ സമയത്ത് അവർ പഠനത്തിലാണ്, അവർ പഠനത്തിൽ തന്നെയാണ്. കർത്താവ് കരുതി വെച്ചൊരവസരമാണിത്. ആ അവസരത്തെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ശിശുക്കളെ അവരുടെ നടുവിൽ നിർത്തിക്കൊണ്ട് എന്താ പറഞ്ഞത്? നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകണം. അങ്ങനെയല്ലേ അതിന് താഴെ? ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, അവരെ തടുക്കരുത്, സ്വർഗരാജ്യം ഇങ്ങനെയുള്ളവരുടേതല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ അവരുടെ മേൽ കൈവച്ചു, പിന്നെ അവിടെ നിന്ന് യാത്രയായി. അപ്പോൾ ആ തൊട്ടുമുകളിൽ 14-ാം വാക്യത്തിലുണ്ട് അവരെ തടുക്കരുതെന്ന്. അപ്പോൾ ഇവിടെ നമ്മൾ കോമൺ സെൻസ് ഉപയോഗിക്കും, പ്രായോഗികമായി നമ്മൾ ചിന്തിക്കും. ഈ കൊച്ചു കുഞ്ഞുങ്ങൾ അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ 2 മാസം ആ പ്രായം. മാമോദീസയ്ക്ക് വരുന്ന കുഞ്ഞ് 2 മാസം പ്രായമാണല്ലോ. നമ്മളിനി വർത്തമാനം പറഞ്ഞപ്പോൾ 2.5 വയസ്സ്, 1.5 വയസ്സ്, 3 വയസ്സെന്നൊക്കെ ഞാൻ പറഞ്ഞു. അതൊക്കെ കൂടിപ്പോവും. അങ്ങനെയൊന്നും പറയാൻ പാടില്ല. ശരിക്കും 2 മാസം അല്ലെ 56 ദിവസമെന്നോ 90 ദിവസമെന്നോ അങ്ങനെയൊക്കെ പറയാം. അത്രയും പ്രായമുള്ള കുഞ്ഞുങ്ങൾ വന്നു കർത്താവിൻ്റെ അടുക്കൽ. ആ കുഞ്ഞുങ്ങളെ ശിഷ്യന്മാർ തടഞ്ഞു. ഇവന്മാരെന്നെ കഠിനഹൃദയരാന്ന് നോക്കണേ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഇവരെയാണോ നമ്മൾ അപ്പോസ്തലന്മാരെന്ന് വിളിക്കുന്നത്? ഇത്ര ബോധമില്ലാത്തവന്മാരെ അങ്ങനെ വിളിക്കാൻ പറ്റുമോ? നമ്മുടെ അപ്പോസ്തലന്മാർക്ക് ഒരു ബോധക്കുറവുമില്ല, അവർ ശ്രേഷ്ഠർ തന്നെയാണ്.
അവരാ കുഞ്ഞുങ്ങളെ ഒന്നും തടഞ്ഞിട്ടില്ല. വാക്യത്തിൻ്റെ അകത്തെ ഗൂഢാർത്ഥം മനസ്സിലാക്കണം, പശ്ചാത്തലം മനസ്സിലാക്കണം. കുഞ്ഞുങ്ങളെ അവരുടെ മാതാപിതാക്കളാണ് കൊണ്ടുവരുന്നത്. ഈ അന്തരീക്ഷത്തെ ബ്രേക്ക് ചെയ്യാൻ ശിഷ്യന്മാർ സമ്മതിച്ചില്ല, അത്രയേ ഉള്ളൂ. അവർ പറഞ്ഞു കടന്നു പോകാൻ പറ്റില്ല ഇപ്പോൾ. അങ്ങനെയല്ലേ ചില സമയത്ത് രാഹുൽ ഗാന്ധിയുടെയോ നരേന്ദ്രമോദിയുടെ അടുത്തേക്കോ കുഞ്ഞുങ്ങളുമായിട്ട് ആൾക്കാർ ഓടി വരും. ഉടനെ അവിടെ ബ്ലാക്ക് ക്യാറ്റ്സ് ഉണ്ട്. അവർ പറയും നോ 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 നോ, സാധ്യമല്ല, വിതൗട്ട് പെർമിഷൻ അങ്ങോട്ട് പോകാൻ പറ്റില്ല, കടക്കാൻ പറ്റില്ലെന്ന് പറയും. ഇതെങ്ങാനും ഒരു ചെറിയ കേൾവിയിലൂടെ രാഹുൽ ഗാന്ധിയോ മറ്റേ നരേന്ദ്രമോദിജിയോ ഒക്കെ കാണുകയാണെങ്കിൽ അവർ പറയും തടുക്കരുത്, അവരെ തടുക്കരുത്, കടത്തിവിടൂ. ഇഷ്ടം പോലെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമില്ല. ഞാൻ കൂടുതൽ പറയണോ? ബ്ലാക്ക് ക്യാറ്റ്സ് അവരുടെ ഡ്യൂട്ടിയാണ് ചെയ്യുന്നത്. ബ്ലാക്ക് ക്യാറ്റ്സിൻ്റെ ഡ്യൂട്ടി എന്താ? വരുന്നവരെല്ലാം സ്റ്റേജിലേക്ക് കയറി, എല്ലാവരും കയറിപ്പോ, മോഡിജിക്ക് ഒരു ഉമ്മ കൊടുത്തിട്ട് എല്ലാവരും വാ, അങ്ങനെ പറയാൻ പറ്റുമോ? Z+ കാറ്റഗറിയാണ്. മറ്റേ ചങ്ങാതിയുടെ കാര്യം പറഞ്ഞത് വൈറ്റ് കാറ്റഗറിയാണ്. അപ്പോൾ ആ കാറ്റഗറിയിൽ അങ്ങനെയൊന്നും പറ്റത്തില്ല. അത് തന്നെയാണ് ശിഷ്യന്മാരും ചെയ്തത്. ആളുകളെല്ലാം ഓടിക്കതിച്ച് വന്നപ്പോൾ പറഞ്ഞു ഇപ്പോൾ ഗുരുവിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റില്ല, അത്രയേ ഉള്ളൂ. അതിന് മലയാളത്തിൽ എഴുതിയപ്പോൾ തടഞ്ഞെന്നൊക്കെ പറയുമ്പോൾ വലിയ ജാഥ പോലീസ് തടഞ്ഞെന്നൊക്കെ പറയുന്ന രീതിയിലാണ് എല്ലാവരും ചിന്തിക്കുന്നത്. ശിഷ്യന്മാർ പറഞ്ഞ എത്രയേ ഉള്ളൂ, ഇപ്പോൾ ഗുരുവിൻ്റെ അടുത്തേക്ക് കടന്നു പോകാൻ കഴിയില്ലെന്ന്. എത്രയോ സ്ഥലത്ത് കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒക്കെ ഇവർ ഗുരുവിൻ്റെ കൂടെ പോയിട്ടുള്ളതല്ലേ. യായിറോസിൻ്റെ ഭവനത്തിൽ യായിറോസിൻ്റെ മകള് മരിച്ചു കിടക്കുന്ന സമയത്ത് യായിറോസ് വന്ന് വിളിച്ച് കർത്താവിനെ കൂട്ടിക്കൊണ്ട് പോകുന്നില്ലേ? അവിടെ ചെന്നപ്പോൾ പത്രോസ് പറയാമെന്ന് വിചാരിച്ചോ യായിറോസിനോട്, ഗുരുവിനെ അസഹ്യപ്പെടുത്തരുത്, ഈ കൊച്ചൊക്കെ മരിച്ചു പോയതിനെ കൊണ്ടുപോയി അടക്ക്, ചുമ്മാ ഗുരുവിനെ ശല്യം ചെയ്യുന്നു എന്ന് പത്രോസ് പറഞ്ഞില്ലല്ലോ. എന്ന് പത്രോസ് പറഞ്ഞു. അപ്പോൾ അവർക്ക് കോമൺ സെൻസൊക്കെ ഉള്ളവരാണ്, സന്ദർഭമൊക്കെ അവർക്കറിയാം. പക്ഷെ കർത്താവ് ഇവിടെ ഒരു വലിയ ആത്മീയ കാര്യമാണ് പറയാൻ പോകുന്നത്, വലിയ ആത്മീയ കാര്യം. ദൈവരാജ്യം ഇതുപോലെയുള്ള ശിശുക്കളുടേതല്ലോ എന്നാണ് പറയുന്നത്. അതിന് നമ്മൾ ആ ലൂക്കോസിലും കൂടെ ഒന്ന് വായിച്ചേ. ലൂക്കോസ് 18:15. ലൂക്ക് 18:15. അവൻ തൊടേണ്ടതിന് ചിലർ ശിശുക്കളെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. ശിഷ്യന്മാർ അത് കണ്ട് അവരെ ശാസിച്ചു. യേശുവോ അവരെ അരികത്ത് വിളിച്ചു, പൈതങ്ങളെ എന്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, അവരെ തടുക്കരുത്, ദൈവരാജ്യം ഇങ്ങനെയുള്ളവരുടേത് ആകുന്നു. മുന്നമേ പറഞ്ഞതിൻ്റെ തുടർച്ച തന്നെയാണ്. ശിഷ്യന്മാർ ശാസിച്ചു എന്ന് പറഞ്ഞാൽ അർത്ഥം എത്രേ ഉള്ളൂ, ഈ അന്തരീക്ഷത്തിൽ ഇപ്പോൾ കുട്ടികളെയും കൊണ്ട് അങ്ങോട്ട് പോകാൻ കഴിയില്ല. അതാണ് പറഞ്ഞതിൻ്റെ സാരം. യേശു അവരെ അരികത്ത് വിളിച്ചു, പൈതങ്ങളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, അവരെ തടുക്കണ്ട, ദൈവരാജ്യം ഇങ്ങനെയുള്ളവരുടേതാകുന്നു. കർത്താവ് അവിടെ ഒരു കാര്യം ഡെമോൺസ്ട്രേറ്റ് ചെയ്യുകയാണ്. ഈ കുഞ്ഞുങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഒരു ടീച്ചിങ്, ഒരു ലെസൺ ആരംഭിക്കുകയാണ് അവിടെ. ദൈവരാജ്യത്തെക്കുറിച്ചുള്ളൊരു ഗൗരവമായ പഠനം തുടങ്ങുകയാണ്. എന്താ പഠനം? ഈ നിൽക്കുന്നതൊക്കെ വലിയ വലിയ ആളുകളാ, ശാസ്ത്രിമാർ, സദൂക്യർ, പരീശർ എന്നു വേണ്ട, എല്ലാ തുറയിലും പെട്ട ആളുകളുണ്ട് അവിടെ. അവരുടെ എല്ലാം മുമ്പിൽ പറയുകയാണ്, അവരൊക്കെ ന്യായശാസ്ത്രികൾ എന്നൊക്കെ പറഞ്ഞ ആരാ? വലിയ വലിയ ആളുകളല്ലേ, വലിയ ആളുകൾ. നിക്കോദീമോസോ വലിയ ആളാ, പുള്ളി ഒരു ശാസ്ത്രിയ, ന്യായശാസ്ത്രിയ. അത് തന്നെയല്ല അവരുടെ ഇടയിൽ ഒരു റൂളറാ, ഒരു പ്രധാനിയാണ്, പ്രമാണിയാണ്, എല്ലാമാണ്. അദ്ദേഹത്തോട് പറഞ്ഞ എന്താണെന്ന് ഓർക്കുന്നില്ലേ? നീ വീണ്ടും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം അവകാശമാക്കില്ലെന്ന്. അതേ കാര്യത്തിൻ്റെ ഒരു സൂചന എവിടെ തരുന്നത്. ദൈവരാജ്യത്തെ ശിശു എന്ന പോലെ കൈക്കൊള്ളാത്തവൻ ആരും ഒരു നാളും അതിൽ കടക്കയില്ലെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഞാനോ നിങ്ങളോട് പറയുന്നു, അതാണ് അതിൻ്റെ അർത്ഥം. ഞാനോ നിങ്ങളോട് പറയുന്നു, കേൾവിക്കാരോട് പറയുന്നു. എന്താ പറയുന്നത്? നിങ്ങൾ തിരിഞ്ഞ് ശിശുവിനെ പോലെ ആകണം, തിരിഞ്ഞ് ശിശുവിനെ പോലെ ആകണം. അവിടെ വീണ്ടും ജനനത്തെക്കുറിച്ചുള്ള സൂചന തന്നെയാണുള്ളത്. വീണ്ടും ജനിച്ചവൻ ശിശുതുല്യമായ ഹൃദയ നൈർമല്യതയിലേക്ക് കടന്നു വരികയാണ് അല്ലേ? ശിശുക്കൾ ഇന്നസെൻസാണ്, ശിശുക്കൾ നിഷ്കളങ്കരാണ്, ശിശുക്കൾ നിഷ്കളങ്കരാണ് എന്നോർത്ത് ശിശുക്കളിൽ പാപമില്ലെന്നല്ലല്ലോ അർത്ഥം. ശിശുക്കളിൽ പാപമുണ്ട്. നമ്മളിതൊക്കെ കഴിഞ്ഞ ആഴ്ചകളിൽ പറഞ്ഞതാണ്. 1 കൊരിന്ത്യർ 7-ാം അധ്യായത്തിൽ പറയുന്ന പോലെ വിശ്വാസിയായ ഭർത്താവിൻ്റെയും ഭാര്യയുടെയും കുഞ്ഞുങ്ങൾ അവനെ അശുദ്ധനെന്ന് എണ്ണില്ല, വിശുദ്ധനെന്ന് തന്നെയാണ് എണ്ണുന്നത്. വിശുദ്ധനെന്ന് തന്നെയാണ്. കാരണം ഒരു വിശുദ്ധൻ്റെ വീട്ടിൽ ജനിച്ചു വളർത്തപ്പെട്ട കുഞ്ഞുങ്ങളാണ് അവർ ദൈവിക പരിജ്ഞാനത്തിലാണ് വളർന്നു മുന്നോട്ട് വരുന്നത്. ഈ വളർച്ചയുടെ ഘട്ടത്തിലും അവരിൽ പാപമുണ്ട്, ഈ വളർച്ചയുടെ ഘട്ടത്തിലും അവരിൽ പാപം വസിക്കുന്നുണ്ട്. ആ പാപത്തെക്കുറിച്ച് അവർക്ക് ബോധ്യം വരുമ്പോൾ ദൈവസന്നിധിയിൽ ആ കാര്യം ഏറ്റുപറഞ്ഞുകൊണ്ട് പാപക്ഷമ വാങ്ങേണ്ടതുണ്ട്. അതാണ് പുതിയ നിയമത്തിൻ്റെ യഥാർത്ഥ ടീച്ചിങ്. യഥാർത്ഥ ടീച്ചിങ് എന്ന് പറയുന്നത് അതാണ്. അല്ലാതെ ഇവർ പറയുന്ന രീതിയിലാണെങ്കിൽ ശിശുക്കളെ എൻ്റെ അടുത്തേക്ക് വരുവിൻ, അവരെ തടയണ്ടെന്ന് പറഞ്ഞാൽ അവിടെ വലിയ ക്വസ്റ്റ്യനുണ്ട്. കഴിഞ്ഞ ദിവസം ഒരാൾ നേരിട്ട് എനിക്ക് അയച്ച ക്വസ്റ്റ്യനാണ്.
നിങ്ങൾ ഈ ചെയ്യുന്നത് ചതിയല്ലേ? ഈ കുഞ്ഞുങ്ങളെ നിങ്ങൾ മാമോദീസ കൊടുക്കാതെ ആ കുഞ്ഞുങ്ങളെ 10, 14, 15 വയസ്സ് വരെയൊക്കെ കൊണ്ടുപോയി സ്നാനപ്പെടുത്താൻ കാത്തിരിക്കുമ്പോൾ അതിനിടയ്ക്ക് ആ കുഞ്ഞുങ്ങൾ മരിച്ചു പോയാൽ എന്തു ചെയ്യുമെന്നാണ് ചോദിക്കുന്നത്. വലിയ ചോദ്യമാണ്, വലിയ ചോദ്യമാണ്. സിറിയൻ പാരമ്പര്യത്തിൽ നിന്നുള്ള ചോദ്യമാണ്. ആ ചോദ്യത്തിന് ബദൽ ചോദ്യം നമ്മുടെ ഭാഗത്തുമുണ്ട്. അതിനും മറുപടി തരേണ്ടി വരും. നിങ്ങളുടെ ചോദ്യത്തിന് ഞങ്ങളുടെ മറുപടി എന്താണെന്ന് ചോദിച്ചാൽ, ഈ കുഞ്ഞ് ഇപ്പം മരിച്ചാലും ആ കുഞ്ഞ് ദൈവീക സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കും. കാരണം അവൻ്റെ പാപം കണക്കിട്ടിട്ടില്ല, അവന് പാപബോധം വന്നിട്ടില്ല. ഏത് പ്രായമായിക്കോട്ടെ, അവന് പാപബോധം എന്നുളവായോ അടുത്ത ദിവസം മുതൽ അല്ലെങ്കിൽ അടുത്ത മണിക്കൂർ മുതൽ അവൻ രക്ഷയ്ക്ക് വേണ്ടി കാംക്ഷിക്കണം, രക്ഷിതാവിനെ കണ്ടെത്തണം. അതുകൊണ്ട് നിരന്തരം അവരോട് സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കണം. അതാണ് അതിൻ്റെ പോളിസി. അവർക്ക് പാപബോധം എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ കൗണ്ട് ചെയ്ത് തുടങ്ങും. അതുവരെ കൗണ്ട് ചെയ്യില്ല, അവരുടെ പാപം കണക്കിടില്ല. പാപമില്ലെന്നല്ല, പാപം കണക്കിടില്ല. കാരണം അവർക്ക് ബോധം വന്നിട്ടില്ല. പാപത്തെക്കുറിച്ചോ നീതിയെക്കുറിച്ചോ ന്യായവിധിയെക്കുറിച്ചോ യാതൊരു ഗ്രാഹ്യമില്ലാത്ത ശിശുക്കളാണവർ, നിഷ്കളങ്കരാണവർ. അപ്പം തന്നെ മറുചോദ്യം എന്താണെന്നറിയാവോ? നിങ്ങളെന്താ ഈ കുഞ്ഞുങ്ങളെ 8ാം നാളിൽ മാമോദീസ കൊടുക്കാത്തത്? നിങ്ങൾ ഈ 56 ദിവസം വെച്ചുകൊണ്ടിരുന്ന 55ാമത്തെ ദിവസം ഈ കൊച്ചു മരിച്ചാൽ കൊച്ച് എവിടെ പോകും? മിസ്റ്റർ സിറിയൻ മറുപടി പറയണം. നിങ്ങൾ ഈ 56ലോ 90ലോ മുക്കാൻ വെച്ചിരിക്കുക. 89ാമത്തെ ദിവസം കൊച്ചു മരിക്കില്ലെന്ന് എന്താ ഗ്യാരണ്ടി? 55ാമത്തെ ദിവസം കൊച്ചു മരിക്കില്ലെന്ന് എന്താ ഗ്യാരണ്ടി? അങ്ങനെ മരിച്ചാൽ എന്താവും കൊച്ചിൻ്റെ അവസ്ഥ? അതിനെന്തെങ്കിലും ഡോക്ടറിനുണ്ടോ കയ്യിൽ? ഉണ്ടെങ്കിൽ പറഞ്ഞോ, കുഴപ്പമില്ല. അപ്പോൾ ഈ സൈസ് മണ്ടത്തരങ്ങളാണ് ആളുകളുടെ തലയിലിരിക്കുന്നത്. ഇവരിത് എവിടെ കൊണ്ടുവച്ച് ഇതൊക്കെ പരിഹരിക്കുമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. സഹോദരങ്ങളെ, മാനസാന്തരപ്പെടുക, സത്യവചനത്തിൻ്റെ പാതയിലേക്ക് വരിക. നിർമ്മലമായ വചനങ്ങളാണ് ഞങ്ങൾ ഈ പറയുന്നത്. കൊച്ചു കുഞ്ഞുങ്ങളിൽ പാപമുണ്ട്, പക്ഷെ ദൈവം കണക്കിടുന്നില്ല. ആ കുഞ്ഞുങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കി എത്ര നിഷ്കളങ്കതയാ. അതേസമയം ആ കുഞ്ഞ് തന്നെ ഒരു 15 വയസ്സ് കഴിയുമ്പോൾ അവൻ്റെ കണ്ണിലേക്ക് നോക്കണം, കുറുക്കത്തരം എല്ലാം കാണാം. എന്താ കാരണം? അവൻ്റെ ആദാമ്യ പ്രകൃതി വെളിപ്പെട്ട് വരികയാണ്. ഈ 6 മാസം അല്ലെങ്കിൽ 1 വയസ്സ് ഒക്കെയുള്ള കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന ആ നിഷ്കളങ്കതയൊന്നും 15 മുതൽ നമ്മൾ ഞാനൊരു മിനിമം പറഞ്ഞതാ. അങ്ങനെ അതിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതൊന്നും കാണാൻ കഴിയില്ല. മനസ്സിലാക്കുക, അതിൻ്റെ ഗൗരവം മനസ്സിലാക്കുക. മത്തായി 19ലെയും ലൂക്കോസ് 18ലെയും ഈ വാക്യത്തിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇത് പലപ്പോഴായിട്ട് പറഞ്ഞതാ. പക്ഷേ ഇതിനകത്തൊരു പ്രേരണ വന്നത് ഈ പ്രിയ പുരോഹിതൻ അങ്ങനെ പറഞ്ഞപ്പോൾ കുറച്ചുകൂടി ഒന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വിശദീകരിച്ചത്. അപ്പോൾ ഇനി ഈ വിഷയത്തെക്കുറിച്ച് ആരെങ്കിലും പറഞ്ഞു വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മറുപടി പറയാനായിട്ട് ഉത്സാഹിക്കണം, അതിന് പ്രാപ്തരാകണം. കാലം നോക്കിയാൽ ഇതിനൊക്കെ മറുപടി കൊടുക്കാൻ നിങ്ങൾ പ്രാപ്തരാകേണ്ടവരാണ്. വളരെ കൃത്യതയുള്ളൊരു മറുപടിയാണ് നമ്മൾ കൊടുത്തത്. കുഞ്ഞുങ്ങളെയല്ല തടഞ്ഞത്, കുഞ്ഞുങ്ങളെയും കൊണ്ട് വന്ന മാതാപിതാക്കളെയാണ് തടഞ്ഞത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി കുഞ്ഞുങ്ങളും തടയപ്പെട്ടു, അതൊരു സത്യമാണ്. അല്ലാതെ കുറച്ച് കുഞ്ഞുങ്ങളിങ്ങനെ വന്നപ്പോൾ അവരെ ശിഷ്യന്മാർ തടഞ്ഞു എന്ന് അങ്ങനെ ചിന്തിക്കരുത്. മാതാപിതാക്കൾ ഉദ്ദേശിച്ച് എന്താ? ഇവരുടെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കണം. അല്ലാതെ രക്ഷയ്ക്ക് വേണ്ടിയാണോ കുഞ്ഞുങ്ങളെ കൊണ്ട് വന്നത്? അവിടെ അടുത്തൊരു കാര്യം കൂടി ഉണ്ടത്, ശ്രദ്ധിക്കേണ്ട പോയിന്റ് അതാണ്. ഈ മാതാപിതാക്കളൊക്കെ കുഞ്ഞുങ്ങളുമായിട്ട് കർത്താവിൻ്റെ അടുക്ക വന്നിട്ട്, കർത്താവ് ഞങ്ങളെല്ലാം ആദാമിൽ ജനിച്ചവരാണ്, അതുകൊണ്ട് ഞങ്ങളെ ഒന്ന് രക്ഷിക്കണം എന്നും പറഞ്ഞാണോ വന്നത്? ഞങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും രക്ഷിക്കണമെന്ന് പറഞ്ഞ് വന്നതാണോ? ഒരിക്കലുമല്ല, അങ്ങനെ വന്നതല്ല. വന്നതിൻ്റെ ഉദ്ദേശം വേറെയാണ്, ലളിതമാണ്, പ്രാർത്ഥനയ്ക്ക് വേണ്ടി കൊണ്ടുവന്ന അല്ലേ. ആളുകൾ കുട്ടികളെയും കൊണ്ട് പള്ളിയിലച്ചന്മാരുടെ അടുക്ക പോകാറില്ലേ പ്രാർത്ഥിക്കാൻ? പാസ്റ്റർമാരുടെ അടുക്ക വരാറില്ലേ പ്രാർത്ഥിക്കാൻ? അത്രയേ ഉള്ളൂ, അതല്ലാതെ വേറെ കഥയൊന്നുമില്ല. അവരുടെ ബോഡി, മൈൻഡ് ആൻഡ് സോൾ, ഇത് മൂന്നും ഒരേ തരത്തിൽ വളരെ തക്കവണ്ണമാണ് ഓർത്തഡോക്സ് സഭയിൽ കുഞ്ഞുങ്ങളെ കൂടെ മാമോദീസായിൽ എടുക്കുന്നത്. നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടത്, മാമോദീസ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ ഇത് നമ്മൾ കണ്ടുപിടിച്ചൊരു കാര്യമാണെന്ന് പറയേണ്ട കാര്യമില്ല. യഹൂദ പ്രാക്ടീസിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ആണ് എന്ന് വേണമെങ്കിൽ പറയാം. സർക്കംസിഷൻ എന്ന് പറയുന്ന ഒരു പരിപാടി യഹൂദ മതത്തിൽ ഉണ്ടായിരുന്നു നമുക്കറിയാം. ഒരു ആൺകുഞ്ഞ് വീട്ടിലുണ്ടായാൽ 8 ദിവസം കഴിയുമ്പോൾ അവന് 8ാം ദിവസം അവൻ എന്ത് ചെയ്യണം? പരിച്ഛേദന കഴിക്കണം. അത് അബ്രഹാമിക് നിയമമാണ്. ദൈവവും അബ്രഹാമും തമ്മിൽ നടത്തിയ ആ ഉടമ്പടിയുടെ ഭാഗമാണ്, കവനന്റെ ഭാഗമാണ്. അപ്പൊ പുരുഷപ്രജയെല്ലാം പരിച്ഛേദന ഏൽക്കണമെന്നുള്ളത് യഹൂദ നിയമമാണ്. നമ്മുടെ കർത്താവിന് പരിച്ഛേദന കഴിച്ചതാണ്. കർത്താവിനെ 8ാം ദിവസം പരിച്ഛേദനയ്ക്ക് കൊണ്ടുപോയി, നമ്മൾ അറിയാവുന്ന കാര്യമാണ്. അപ്പൊ 8ാം ദിവസം പരിച്ഛേദന ഏറ്റവൻ
പൗലോസ് സ്ലീഹ പറയുന്നുണ്ട് 8-ാം ദിവസം പരിച്ഛേദനേറ്റവനാണ് ഒരു യഹൂദനായിരുന്നു അദ്ദേഹവും. അപ്പൊ 8-ാം ദിവസം എന്ന് പറയുമ്പോൾ തീരെ കുഞ്ഞാണ്. ആ കുഞ്ഞായിരിക്കുമ്പോ തന്നെ പരിശോധന കൊടുക്കുമായിരുന്നു. അതിന്റെ കണ്ടിന്യൂവേഷൻ എന്നോ അല്ലെങ്കിൽ അതിന്റെ ഒരു റീപ്ലേസ്മെന്റ് എന്നോ പറയാവുന്ന രീതിയിലാണ് നമ്മൾക്ക് ഈ ക്രിസ്തീയ സഭയിൽ കുഞ്ഞുങ്ങളുടെ മാമോദീസ അക്സെപ്റ്റഡ് ആയത് എന്ന് നമ്മൾ പ്രത്യേകം ഓർക്കുക. അപ്പോ പഴയ നിയമത്തിൽ സർക്കംസിഷൻ അല്ലെങ്കിൽ പരിച്ഛേദന ഏത് വിധത്തിലാണോ നടത്തിയിരുന്നത് അല്ലെങ്കിൽ ഏത് രീതിയിലാണോ പ്രാക്ടീസ് ചെയ്തിരുന്നത് അതേ തരത്തിലാണ് ക്രിസ്തീയ അല്ലെങ്കിൽ ന്യൂ ടെസ്റ്റ്മെന്റ് സഭയിൽ ബാപ്റ്റിസം ഉണ്ടായിരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ സർക്കംസിഷൻ ഇൻ ദി ഓൾഡ് ടെസ്റ്റ്മെന്റ് ചർച്ച് ഓർ ഓൾഡ് ടെസ്റ്റ്മെന്റ് ടൈംസ് ഈസ് റീപ്ലേസ്ഡ് ബൈ ബാപ്റ്റിസം ഇൻ ദ ന്യൂ ടെസ്റ്റ്മെന്റ് ചർച്ച്, ഇൻ ദ ന്യൂ ഇസ്രായേൽ. അത് നമുക്ക് വായിക്കാം. ജെനസിസ് ചാപ്റ്റർ 17:10-11. ജെനസിസ് ചാപ്റ്റർ 17:10-11. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിന്റെ 10-11 വാക്യങ്ങൾ. എനിക്കും നിങ്ങൾക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും മധ്യേ ഉള്ളതും നിങ്ങൾ പ്രമാണിക്കുന്നതുമായ നിയമമായിട്ട് നിങ്ങൾ ഈ പുരുഷപ്രജയൊക്കെയും പരിച്ഛേദന ഏൽക്കണം. പുരുഷപ്രജയെല്ലാം പരിച്ഛേദന ഏൽക്കണം. അതേപ്പറ്റി പറയുന്നത് 8-ാം ദിവസം തന്നെ വേണം എന്നാണ് അവിടെ എഴുതിയിട്ടുണ്ട്. 12-ാം വാക്യത്തിൽ നിങ്ങളിൽ പുരുഷപ്രജയൊക്കെയും 8 ദിവസം പ്രായമാകുമ്പോൾ പരിച്ഛേദന ഏൽക്കണം. ഇതാണ് യഹൂദ നിയമം. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് പരിച്ഛേദന കൊടുക്കാൻ യഹൂദ നിയമം പറഞ്ഞിരിക്കുമ്പോൾ അതിന്റെ തന്നെ ഒരു റെപ്ലിക്ക ആയിട്ടാണ് അല്ലെങ്കിൽ ഒരു പുതിയ വേർഷനായിട്ടാണ് നമ്മൾ ക്രിസ്തീയ സഭയിൽ മാമോദീസ ആക്കാണ്ട്. ഈ പഴയ നിയമത്തിൽ പരിച്ഛേദന ഏത് വിധത്തിലാണോ യഹൂദന്മാർക്ക് ബാധകമായിരുന്നത് അതേ തരത്തിലാണ് പുതിയ ഇസ്രായേലാകുന്ന സഭയിൽ മാമോദീസ അതിന്റെ അംഗങ്ങൾക്ക് ബാധകമാകുന്നത്. അപ്പൊ പരിച്ഛേദനയും മാമോദീസായും തമ്മിൽ ഒരു പാരലുണ്ട്. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഓക്കെ സഹോദരങ്ങളെ, ഈ പ്രിയപ്പെട്ടവൻ പറഞ്ഞു വരുന്നത് പരിച്ഛേദന എന്നുള്ള വിഷയം, സർക്കംസിഷൻ എന്ന് പറയുന്ന കാര്യം ഓൾഡ് ടെസ്റ്റ്മെന്റിൽ അബ്രഹാമുമായിട്ടാണ് ദൈവം ആദ്യമായിട്ട് അത് പറഞ്ഞത്. ആ ഉടമ്പടി ബന്ധം ആ പറഞ്ഞ കാര്യം അത് റീപ്ലേസ് ചെയ്തിരിക്കുന്നത് ന്യൂ ടെസ്റ്റ്മെന്റിൽ വരുമ്പോൾ മാമോദീസായിലേക്കാണ്. പരിച്ഛേദന മാറ്റിയിട്ട് ന്യൂ ടെസ്റ്റ്മെന്റ് ചർച്ചിൽ മാമോദീസയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അവരൊക്കെ പഠിച്ചത് ഒത്തിരിയാകട്ടോ സഹോദരങ്ങളെ, 10-15 വർഷമൊക്കെ പഠിച്ചെന്നാണ് അവർ പറയുന്നത്. കുറഞ്ഞതൊരു 10-12 വർഷമൊക്കെ പഠിച്ച് കാണുമായിരിക്കും. അത്രയൊക്കെ പഠിച്ചെങ്കിലും വചനം വളയ്ക്കുകയും തിരിക്കുകയൊക്കെ ചെയ്യുന്ന രീതിയാണ് ഞാനീ പറയുന്നത്. അവരവരുടെ സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് അതങ്ങനെ പറഞ്ഞു കൊണ്ടുവരുന്നത്. അപ്പോൾ അത് അങ്ങനെ അല്ലെന്ന് പറയാനുള്ളൊരു ബാധ്യത നമുക്കുമുണ്ട്, അല്ലേ? നമ്മൾ പ്രാപിച്ച കൃപയ്ക്കൊത്തവണ്ണം, നമ്മുടെ മേൽ പകരപ്പെട്ട അഭിഷേകത്തിനൊത്തവണ്ണം ഇതല്ല സത്യം. സത്യത്തിൻ്റെ സത്യം മറഞ്ഞിരിക്കുന്നു. ആ മറഞ്ഞിരിക്കുന്ന സത്യം വെളിപ്പെട്ട് കിട്ടണം. അവിടെ ഇദ്ദേഹം കോട്ട് ചെയ്ത 2 വാക്യങ്ങളുണ്ട്. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 10-11 വാക്യമാണ് അദ്ദേഹം പറഞ്ഞത്. 10-17 ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 10-11 വാക്യമാണ് അദ്ദേഹം പറഞ്ഞത്. 12-ാം വാക്യത്തിൻ്റെ തുടക്കവും പറഞ്ഞു. അതായത് ഈ നിയമം പ്രമാണിക്കണം, എനിക്കും നിങ്ങൾക്കും നിൻ്റെ ദൈവമായ ഈ നിയമം പ്രമാണിക്കണം എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു വന്നിട്ട് 10-ാം വാക്യത്തിൻ്റെ ഒടുവിലേക്ക് വരുമ്പോൾ കാണുന്നത്, നിങ്ങളിൽ പുരുഷപ്രജയൊക്കെയും പരിച്ഛേദന ഏൽക്കണം, നിങ്ങളുടെ അഗ്രചർമ്മം പരിച്ഛേദന ചെയ്യണം, അത് എനിക്കും നിങ്ങൾക്കും മധ്യയുള്ള നിയമത്തിൻ്റെ അടയാളമാകും. തലമുറയായി നിങ്ങൾ പുരുഷപ്രജയൊക്കെയും 8 ദിവസം പ്രായമാകുമ്പോൾ അഥവാ 8-ാം നാളിൽ പരിച്ഛേദന ഏൽക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹം അവസാനിപ്പിച്ചു. അത് അബ്രഹാമിൻ്റെ തലമുറയുമായിട്ടുള്ള ഉടമ്പടി ബന്ധമാണെന്നാണ് പറയുന്നത്. അബ്രഹാമും ദൈവമായിട്ടുള്ള ഉടമ്പടി ബന്ധമാണത്. അത് നിൻ്റെ തലമുറകൾക്ക് ബാധകമാണ്. ഇസ്മായിലിനും ഇസ്ഹാക്കിനും ഒക്കെ അത് ബാധകമാണ്. തുടർന്ന് വരുന്നവർക്കെല്ലാം തലമുറയായിട്ട് അത് ബാധകമാണ് അവർക്ക്. ഈ പരിച്ഛേദന എന്ന് പറയുന്നത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ മാമോദീസയല്ല സഹോദരങ്ങളെ, അദ്ദേഹം പറ്റിക്കുകയായിരുന്നു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഹൃദയ പരിച്ഛേദനയാണ്. പൗലോസ് ലീഗ് അത് വ്യക്തമായിട്ട് പറയുക. നമുക്ക് വ്യാഖ്യാനമൊന്നും വേണ്ട, ഇൻ്റർപ്രിട്ടേഷൻ എന്തിനാ, ചുമ്മാ പച്ചക്ക് എഴുതി വെച്ചിരിക്കുക. ഇപ്പോൾ ഹൃദയ പരിച്ഛേദനയാണ് പുതിയ നിയമം പഠിപ്പിക്കുന്നത്. പഴയ നിയമത്തിൽ
ഈ കൈകൊണ്ടുള്ള പരിച്ഛേദനയുണ്ട്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അത് ഇങ്ങനെയാണ്. അതേസമയം മാമോദീസ ഇതുമായിട്ടൊന്നും ബന്ധപ്പെട്ട കാര്യമല്ല. മാമോദീസ ഇതൊന്നുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല. അതിൻ്റെ നിഴലെന്ന് പറഞ്ഞ് പഴയ നിയമം പഠിപ്പിക്കുന്നത് ഈ കാര്യമല്ല. പകരം പച്ചക്ക് എഴുതി വെച്ചിരിക്കുകയാണ് 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ. അതായത് ഇസ്രായേൽ ചെങ്കടൽ കടന്ന്, അല്ലെങ്കിൽ ഇസ്രായേൽ മിസ്രൈമിൽ നിന്ന് വിടുവിക്കപ്പെട്ട് ചെങ്കടൽ കടന്ന് മരുഭൂമിയിലേക്ക് വരുമ്പോൾ ആ വരുന്ന വരവിൽ ചെങ്കടൽ കടക്കുന്നതിനെയാണ് സ്നാനത്തിന് മുൻകുറി എന്ന് അപ്പോസ്തലന്മാരെല്ലാം പറഞ്ഞു വെച്ചിരിക്കുന്നത്. പൗലോസും പത്രോസും ഒക്കെ അങ്ങനെ തന്നെയാണ് പറയുന്നത്. അത് പറയാതെ, ആ കാര്യത്തെക്കുറിച്ച് ഒരു സൂചനയും കൊടുക്കാതെ ഈ പരിച്ഛേദന ഇങ്ങനെ എടുത്തുകൊണ്ട് വരിക എന്ന് പറയുമ്പോൾ വികലമായിട്ടല്ലേ അത് ചിത്രീകരിക്കുന്നത്. അപ്പോൾ അബ്രഹാമിന് ദൈവം കൊടുത്ത ഉടമ്പടി പ്രകാരം ഇസഹാക്കിനെയും അബ്രഹാമിന് ദൈവം കൊടുത്ത ഉടമ്പടി പ്രകാരം അബ്രഹാം പരിച്ഛേദന ഏറ്റു, മക്കളെയും പരിച്ഛേദന ഏൽപ്പിച്ചു. അങ്ങനെ മക്കളെയും പരിച്ഛേദന ഏൽപ്പിച്ചു. അങ്ങനെ മക്കളും രക്ഷപ്പെട്ടു എന്നാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത്. പരിച്ഛേദനയും രക്ഷയുമായിട്ട് എന്താ ബന്ധം? അത് ദൈവമായിട്ടുള്ള ഉടമ്പടി ബന്ധമാണ് കാണിക്കുന്നത്. ആ കാലഘട്ടത്തെ നമ്മൾ എങ്ങനെയാണ് വിശകലനം ചെയ്യുന്നത്? ആ കാലഘട്ടം മനസാക്ഷി യുഗമാണ്. മനസാക്ഷിക്ക് അനുസരിച്ച് ജീവിക്കുന്നതിനനുസരിച്ചാണ് അവരുടെ രക്ഷയിരിക്കുന്നത്. മനസാക്ഷി യുഗമാണത്. അത് കഴിഞ്ഞ് ന്യായപ്രമാണ യുഗം വരിക. ന്യായപ്രമാണ യുഗത്തിൽ രക്ഷ എങ്ങനെയാണ് കാണിക്കുന്നത്? അവിടെ യാഗങ്ങളും കർമ്മങ്ങളും വെച്ചിരിക്കുകയാണ്. ഇത് ചെയ്യുന്നവൻ ഇതിനാൽ ജീവിക്കുമെന്നുള്ളതാണ്. ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം ആ കാര്യങ്ങളെ പൂർത്തീകരിക്കുന്നവൻ. അതിനാണ് സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നത്, യാഗം കഴിച്ച് നിയമം ചെയ്ത എൻ്റെ വിശുദ്ധന്മാരെ എൻ്റെ അടുക്കൽ കൂട്ടുവീൻ. പഴയ നിയമ വിശുദ്ധന്മാർ അവർ യാഗം കഴിച്ച് ദൈവത്തോട് ഉടമ്പടി ചെയ്തവരാണ്. അവരെ എൻ്റെ അടുക്കൽ കൂട്ടുവിൻ എന്നാണ് പറയുന്നത്. പരിച്ഛേദന ഏറ്റവരെ എൻ്റെ അടുക്കൽ കൂട്ടുവിൻ എന്നല്ല 50-ാം സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നത്. പരിച്ഛേദന അവർക്ക് നിത്യനിയമമായി കൊടുത്തിരിക്കുന്നതാണ് യഹൂദന്മാർക്ക്. ആ നിയമം നമുക്ക് ബാധകമാണ്. എങ്ങനെയാണ്? ഹൃദയ പരിച്ഛേദനയാണ്. അവിടെ പുരുഷപ്രജ മാത്രമേ ഉള്ളൂ. ഇവിടെ പുതിയ നിയമത്തിൽ വരുമ്പോൾ പുരുഷപ്രജ എന്നല്ല, ഇവിടെ ആണും പെണ്ണും ഒക്കെ പരിച്ഛേദന ഏൽക്കണം. എങ്ങനെയാണ്? ഹൃദയ പരിച്ഛേദനയാണ് പുതിയ നിയമം പഠിപ്പിക്കുന്നത്. അത് ആർക്കാ ഹൃദയ പരിച്ഛേദന? രക്ഷിക്കപ്പെട്ടവർക്കാണ് ഹൃദയ പരിച്ഛേദന. അല്ലാതെ റോഡിലൂടെ പോകുന്ന ആളുകൾക്കല്ലല്ലോ, അല്ലാതെ ചുമ്മാ റോഡിലൂടെ പോകുന്നവർക്കല്ല, രക്ഷിക്കപ്പെട്ടവർക്കാണ് ഹൃദയ പരിച്ഛേദന. ഇനി ഒരു സീരിയസ് വാക്യം കൂടെ ആ കൂട്ടത്തിൽ ഞാൻ കാണിക്കാം. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 12 വരെയുള്ള വാക്യം അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം 13-ാം വാക്യത്തിൽ പോകാൻ മറന്നുപോയി. ഞാൻ 13-ാം വാക്യം കൂടെ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. അബ്രഹാമിനോട് പറയാണ്, ഇതെല്ലാം പറഞ്ഞു വന്നിട്ട് പറയാണ്, നിന്റെ വീട്ടിൽ ജനിച്ച നിന്റെ ദാസനും നീ വില കൊടുത്ത് വാങ്ങിയവനും പരിച്ഛേദന ഏറ്റേ കഴിയൂ. അങ്ങനെയല്ലേ? അതെ, ഏറ്റേ കഴിയൂ. എൻ്റെ നിയമം നിങ്ങളുടെ ദേഹത്തിൽ നിത്യനിയമമായിരിക്കണം. ഒന്നുകൂടെ വായിച്ച് കേൾപ്പിക്കാം. നിന്റെ വീട്ടിൽ ജനിച്ച ദാസനും നീ വില കൊടുത്ത് വാങ്ങിയവനും പരിച്ഛേദന ഏറ്റേ കഴിയൂ. എൻ്റെ നിയമം നിങ്ങളുടെ ദേഹത്തിൽ നിത്യനിയമമായിരിക്കണം. അതായത് നീയും നിൻ്റെ മക്കളും മാത്രമല്ല, നിൻ്റെ വീട്ടിലെ ദാസീദാസന്മാർ, ദാസിയില്ലല്ലോ, നിൻ്റെ വീട്ടിലെ ദാസന്മാരൊക്കെ പരിച്ഛേദനയേക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ ദാസന്മാരെ എല്ലാം മൊത്തത്തിൽ കൂടടച്ച് രക്ഷ കൊടുത്ത് വിടുക എന്നാണോ എൻ്റെ അർത്ഥം? അപ്പോൾ ഇതൊക്കെ നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ എങ്ങനെ വ്യാഖ്യാനിക്കും? ഈ ദാസനും നിൻ്റെ വീട്ടിലെ ദാസനും വില കൊടുത്ത് വാങ്ങിയവനും എല്ലാം അങ്ങനെയുള്ളവരൊക്കെ എങ്ങനെ എടുത്ത് പരിഗണിക്കും? അപ്പം ഇത് കൂട്ടിയാൽ കൂടില്ല സഹോദരങ്ങൾ, ഇതൊന്നും കൂട്ടിയാൽ കൂടില്ല, ഇതെങ്ങും ചെന്നെത്തില്ല, ഇത് ഇടിച്ചിടിച്ച് നിൽക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ മണ്ടൻ ആലോചനകളാണെന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. പരിച്ഛേദന എന്ന് പറയുന്നത് രക്ഷയുമായോ ഇതൊന്നുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല. പുതിയ നിയമം രക്ഷയ്ക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ഒരേ ഒരു വഴി എന്ന് പറയുന്നത് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശാണ്. കാൽവറിയിലെ ക്രൂശ് അഥവാ സുവിശേഷ നിമിത്തമാണ് രക്ഷ. ക്രൂശ് വഴി രക്ഷ എന്ന് പറഞ്ഞാൽ ക്രൂശിൽ എന്താ കാണുന്നത്? സുവിശേഷമാണ് നമ്മൾ കാണുന്നത്, ഗുഡ് ന്യൂസാണ്. അപ്പോൾ ക്രൂശ് വഴിയല്ലാതെ വേറെ രക്ഷയില്ല. ഇനി ഇവർ പറഞ്ഞു വരുന്ന രീതിയിൽ അടുത്തൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. അബ്രഹാം, അതെല്ലാം കേൾപ്പിക്കാൻ നമുക്ക് സമയമില്ല. അബ്രഹാം പരിച്ഛേദനയേറ്റു. ആ പരിച്ഛേദനയുടെ ഭാഗമായി ഇസഹാക്കും മറ്റുള്ളവരൊക്കെ വന്നു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഭാഗമായി ഇസ്മായിലും വരുമോ? ചോദ്യമാണ്. പരിച്ഛേദനയേറ്റ ഇസ്മായിലും ദൈവരാജ്യത്തിലുണ്ടാകുമോ? മറുപടി പറയണം, മറുപടി. പരിച്ഛേദനയേറ്റ ആളല്ലേ? പരിച്ഛേദനയാണ് രക്ഷയുടെ നിദാനം എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ ഇസ്മായിലും ആ കൂട്ടത്തിൽ കാണുമോ? പരിച്ഛേദനയേറ്റ പുള്ളിയാണല്ലോ. നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്, ആ പറയപ്പെടുന്ന സമയത്ത് അനേകർ ദൈവരാജ്യത്തിൽ പന്തിക്കിരിക്കും. അവിടെ അബ്രഹാം, ഇസഹാക്ക്, യാക്കോബും ഇരിക്കും, കൂട്ടത്തിൽ ഇസ്മായിലും ഇരിക്കും, പരിച്ഛേദനയേറ്റു എന്ന കാരണത്താൽ. അങ്ങനെ ഇരിക്കുമോ? അങ്ങനെ ഇരിക്കില്ലെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അവിടെ രക്ഷയ്ക്ക് വേണ്ടി വെച്ചിരിക്കുന്ന കാര്യം പരിച്ഛേദനയല്ല. അങ്ങനെയാണെങ്കിൽ ഇസ്മായിലിനെ ഇരുത്തേണ്ടി വരും, മറ്റേ നമ്മുടെ യേശാവിനെ ഇരുത്തേണ്ടി വരും. യേശാവിനെ, പുള്ളിയൊക്കെ പരിച്ഛേദനയേറ്റതാ.
ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം നഷ്ടപ്പെടുത്തി എല്ലാം നഷ്ടപ്പെടുത്തിയവനാണ് ഏശാവ്. ഏശാവിനെ അങ്ങനെയാണ് വിളിക്കുന്നത്. അഭക്തൻ എന്നുള്ള നിലയിലാണ് ഏശാവിനെ കാണുന്നത്, അഭക്തൻ എന്നുള്ള നിലയിൽ. അപ്പോൾ പരിച്ഛേദനയേറ്റ പുള്ളിക്കാരൻ അവിടെ കാണുമോ? അപ്പോൾ വേണമെങ്കിൽ ഒരു വാദത്തിന് പറയാം, അവർ പരിച്ഛേദനയേറ്റെങ്കിലും ദൈവിക പ്രമാണത്തിൽ നിന്നില്ല, അതുകൊണ്ട് പോയി എന്നൊക്കെ പറയാം. ഇതൊക്കെ പറയാമെന്ന് മാത്രമേ ഉള്ളൂ. ഇതൊന്നുമല്ല ഉപദേശം. പുതിയ നിയമം പഠിപ്പിക്കുന്ന വിശ്വാസത്താലുള്ള നീതീകരണമാണ്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടവനാണ് വിശ്വാസ സ്നാനത്തിന് ഇറങ്ങേണ്ടത്. അതാണ് അതിൻ്റെ ഒരു തത്വം. എബി, അടുത്ത വീഡിയോയും കൂടെ ഒന്ന് കാണിച്ചിട്ട് വേഗം നമുക്ക് അവസാനിപ്പിക്കാം. ഇതിനെതിരായിട്ട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 16-ാം വാക്യമാണ് ഇതിന് വിരുദ്ധമായിട്ട് ചൈൽഡ് ബാപ്റ്റിസത്തിന് എതിരായിട്ട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അത് ഞാൻ വായിക്കുകയാണ്. 16-ന്റെ 16. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. ഈ ഒറ്റ വാക്യമാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത്. കുഞ്ഞുങ്ങൾക്ക് വിശ്വസിക്കാനുള്ള പ്രാപ്തിയായിട്ടില്ല. അപ്പൊ അവർക്ക് സ്നാനം കൊടുക്കാൻ സാധിക്കുമോ? വിശ്വസിച്ചിട്ട് സ്നാനം ഏൽക്കണം. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നതെന്നാണ് ഈ ക്രെഡോ ബാപ്റ്റിസത്തിന്റെ അല്ലെ വിശ്വാസ സ്നാനത്തിന്റെ ആളുകൾ പറയുന്നത്. ഇതിനെപ്പറ്റി എനിക്ക് ഒന്നാമത് പറയാനുള്ളത്, മർക്കോസിന്റെ സുവിശേഷത്തിന്റെ 16-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം മുതൽ 20-ാം വാക്യം വരെയുള്ള ഭാഗം നിങ്ങളത് സൂക്ഷ്മമായിട്ട് പരിശോധിക്കുക. അത് ബ്രാക്കറ്റിനകത്തായിട്ടേക്കും. എല്ലാ പണ്ഡിതന്മാരും പറയുന്നത് ഇത് ആദ്യകാലങ്ങളിലെ കയ്യെഴുത്ത് പ്രതികളിൽ ഉണ്ടായിരുന്നില്ല, ഇത് പിന്നീട് കൂട്ടിച്ചേർത്ത ഒരു കാര്യമാണെന്നാണ്. അതെന്തോ ആവട്ടെ, കൂട്ടിച്ചേർത്തായിരിക്കട്ടെ. ഇതിനകത്ത് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. ഇതിനെ നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ വലിയ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അതേപ്പറ്റി ഒന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഇവിടെ വിശ്വസിക്കുന്നവർ എന്ന് പറയുന്നവർ സ്നാനമേൽക്കുന്ന കാര്യത്തിൽ മാത്രമല്ല, അതിന് താഴേക്ക് വായിക്കണം. വിശ്വസിക്കുന്നവർ എന്തൊക്കെ ചെയ്യുമെന്ന് എഴുതിയിട്ടുണ്ട്. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. അതുകൊണ്ട് നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കണം. വിശ്വസിച്ച് സ്നാനമേൽക്കുക എന്നുള്ള കാര്യം മാത്രമല്ല അവിടെ എഴുതിയിരിക്കുന്നത്. വിശ്വസിക്കുന്നവരാൽ ഈ പറയുന്ന കാര്യങ്ങളോട് നടക്കും. അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളിൽ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചെടുക്കും, മരണകരമായ യാതൊന്നും കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല. അപ്പൊ ഒരു ടിറ്റന്റെ കുടിച്ചാലോ അല്ലെങ്കിൽ ആസിഡ് എടുത്ത് കുടിച്ചാലോ ഒന്നും ചാവുകയില്ലെന്നാ പറയുന്നത് ഈ വിശ്വസിക്കുന്നവർ. ഇത് വല്ലതും യഥാർത്ഥത്തിൽ ഇന്ന് ഇത് അഡ്വക്കേറ്റ് ചെയ്യുന്ന വിശ്വാസികൾക്ക് ബാധകമാകുമോ? നമ്മൾ ചിന്തിച്ചു നോക്കുക. ഒരു വാക്യം നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ അതിന്റെ കോണ്ടെക്സ്റ്റിൽ നിന്നും അടർത്തി മാറ്റി അത് മാത്രമായിട്ട് വ്യാഖ്യാനിക്കാൻ ഉണ്ടാകുന്ന അപകടമാണ്. അതുകൊണ്ട് വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും എന്ന് പറയുമ്പോൾ ഈ വിശ്വസിക്കുന്നവരാൽ നടക്കുന്ന കാര്യം കൂടെ അതിനോട് അനുബന്ധമായിട്ട് നമ്മൾ ചിന്തിച്ചെങ്കിൽ മാത്രമേ അതിനൊരു അർത്ഥം കൽപ്പിക്കാനായിട്ട് സാധിക്കൂ. പ്രത്യേകമായിട്ട് ഇവിടെ ഓർക്കുകയാണ്, രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും എന്ന് പറഞ്ഞു. കർത്താവ് പറഞ്ഞായിട്ട് അവിടെ എഴുതിയിരിക്കുന്നത്. ആദ്യമേ ഞാൻ പറഞ്ഞു ഈ ഭാഗം ബൈബിളിന്റെ ഒറിജിനൽ കൈയെഴുത്ത് പ്രതികളിൽ ഒന്നും ഉള്ളതല്ല, പിന്നീട് കൂട്ടിച്ചേർത്താണെന്നാണ് പറയുന്നത്. അഥവാ ഇനി അങ്ങനെ ഉള്ളതായിരുന്നെങ്കിൽ പോലും ഈ വിശ്വാസത്തെ പറ്റി പറയുന്നിടത്ത്, വിശ്വാസികളെ പറ്റി പറയുന്നിടത്ത് അവർ സ്നാനമേൽക്കണമെന്ന് മാത്രമല്ല, അവർ ഈ ബാക്കി കാര്യം കൂടെ ചെയ്യണം. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് സ്നാനം കൊടുക്കരുത് എന്ന് പറയുന്നവർ ആദ്യമേ പ്രധാനപ്പെട്ട തെളിവായിട്ട് വെക്കുന്ന ഒരു കാര്യം ഇതാണ്. രണ്ടാമത് അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ആർഗ്യുമെന്റ് ആണ് റോമാ ലേഖനം 10-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം. റോമൻസ് 10:9. അവിടെ യേശുവിനെ കർത്താവെന്ന് വായുകൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. അപ്പൊ ഒന്ന്, വായുകൊണ്ട് നമ്മൾ ഏറ്റുപറയണം. രണ്ട്, അവനെ മരിച്ചവരിൽ നിന്ന് ദൈവം ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. ഈ രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മള് രക്ഷിക്കപ്പെടുകയുള്ളൂ. അതുകൊണ്ട് സ്നാനം ഏൽക്കാൻ വരുന്നവർ ഇങ്ങനെയൊക്കെ പറയണം. അതായത്
വായ കൊണ്ട് ഏറ്റു പറയണം. യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്നു നമ്മൾ ഏറ്റു പറയണം. അപ്പൊ യേശുവിനെ കർത്താവിന്റെ ഏറ്റു പറയണം. അതുപോലെ അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. ഇവിടെയും വലിയ അപകടങ്ങൾ കിടപ്പുണ്ടാവും. അപ്പൊ ഈ വിശ്വസിക്കാൻ നിവൃത്തിയില്ലാത്തവരൊക്കെ ഇപ്പൊ എന്ത് ചെയ്യും? ഇവിടെ വളരെ വളരെ സങ്കടമായ ചില ചോദ്യങ്ങളുണ്ട്. ഈ രക്ഷിക്കപ്പെടുമെന്ന് പറയുന്നവർ ആരാണ്? വിശ്വസിക്കുന്നവർ. അവര് ഇപ്പോ വായ കൊണ്ട് ഏറ്റു പറയാൻ നിവൃത്തിയില്ലാത്തവരുണ്ട്. ഇപ്പൊ ഡംബായ ഒരു ആള്, ഊമനായ ഒരാള് വായ കൊണ്ട് ഏറ്റു പറയാൻ യാതൊരു നിവൃത്തിയില്ല. അപ്പോ വിശ്വാസം ഉണ്ടാകുന്നത് കേൾവിയാലാണെന്ന് നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ അങ്ങനെ പറയുന്നുണ്ട്. വിശ്വാസം കേൾവിയാൽ ഉണ്ടാകും. ഇപ്പൊ ബധിരനായ ഒരാള്, ഡെഫായ ഒരാൾ എങ്ങനെ കേൾക്കും? അപ്പൊ വിശ്വസിക്കണമെങ്കിൽ കേൾക്കണമല്ല ആദ്യം. കേൾക്കണമെങ്കിൽ ഡെഫായ ഒരാൾ എങ്ങനെ കേൾക്കും? അതുപോലെ തന്നെ ഇന്നത്തെ കാലത്ത് വളരെയധികം പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്, കുട്ടികളിൽ പലരും ഓട്ടിസ്റ്റിക്കാണ്. ആ കുട്ടികള് വിശ്വസിക്കാൻ അവർക്ക് പ്രാപ്തിയില്ല, അവർക്ക് ശരിയായ ഒരു നിർബുദ്ധിയുള്ളവരല്ല. അപ്പൊ അതുകൊണ്ട് അവരുടെ കാര്യത്തിൽ എന്ത് ചെയ്യും? അപ്പൊ അവരെല്ലാം ഈ ഓട്ടിസ്റ്റിക് ചിൽഡ്രൻ അവരെ ഏറ്റു പറയാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് ഹൃദയം കൊണ്ട് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് അവരാരും രക്ഷിക്കപ്പെടുന്നില്ല. അവരൊക്കെ നരകത്തിലേക്ക് പോകുന്നു പറയാൻ പറ്റുമോ? എന്ത് അബദ്ധമായ പഠിപ്പിക്കലാണിത്. അതുകൊണ്ട് ഈ വിശ്വാസ സ്നാനത്തെ പറ്റി പറയുമ്പോൾ ഈ 2-3 വാക്യങ്ങളാണ് നമ്മൾ ഇതിന്റെ അഡ്വക്കേറ്റ്സ് പ്രധാനമായിട്ട് പറയുന്നത്. ഈ വാക്യങ്ങളിലൊന്നും ഈ പറഞ്ഞ പോലുള്ള അർത്ഥങ്ങളില്ല എന്നുള്ള കാര്യം ഓർത്തിരിക്കണം. അങ്ങനെ പഠിപ്പിക്കാൻ പോയാൽ ഭയങ്കരമായ ഒരു എക്സ്ക്ലൂസീവ്സുമാണ് ഉണ്ടാവുന്നത്. കുറച്ചു പേർക്ക് വേണ്ടി മാത്രം ഈ രക്ഷ എന്ന് പറയുന്ന സാധനം വെച്ചിരിക്കുകയാണ്. അതിനകത്ത് ഈ പറഞ്ഞ ഗ്രൂപ്പിലുള്ള ആരുമില്ല. കുഞ്ഞുങ്ങളില്ല, ഏറ്റുപറയാനായിട്ടുള്ള കഴിവില്ലാത്തവരില്ല, അതുപോലെ തന്നെ ബുദ്ധിമാന്യമുള്ളവരില്ല, ചെവി കേൾക്കാനും സംസാരിക്കാനും കഴിവില്ലാത്തവരായിട്ടുള്ള ആളുകളില്ല. ഇവരാരും ഇല്ലാതായിത്തീരും. ഓർത്തു നോക്ക് അങ്ങനെ ഒരു സ്വർഗത്തെ പറ്റി. അത് പ്രത്യേകം ഓർത്തിരിക്കുക. യേശുക്രിസ്തു വന്ന് തന്റെ രക്ഷണ്യവേല നിർവഹിച്ച് ഇങ്ങനെ കുറെ പേരെ മാറ്റി നിർത്താൻ വേണ്ടിയല്ല, എല്ലാവരെയും തന്റെ രക്ഷയിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയാണ്. സഹോദരങ്ങളെ, നമ്മുടെ ബഹുമാനനായ പുരോഹിതൻ വളരെ ബാലിശ്യമായ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടുവരുന്നത്. അതിൽ 2 ഭാഗമുണ്ട്. ഒന്ന് മർക്കോസ് 16-ാം അധ്യായത്തിലെ കാര്യം പറയണം, അത് പെൻഡിങ്ങിലാണ്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യമുണ്ട്. പിന്നെ വിശ്വസിച്ചിട്ടാണ് സ്നാനമേൽക്കേണ്ടതെങ്കിൽ അതുപോലെ തന്നെ അതിനോട് ചേർത്ത് വെച്ച് പറയുന്നതാണ് റോമലേഖനം 10-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം. ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുക എന്നുള്ള കാര്യം. ഈ കാര്യങ്ങളൊക്കെ ഞാൻ വിശദീകരിക്കുമ്പോൾ സഹോദരങ്ങളിൽ പലർക്കും തോന്നാം, എന്തിനാ ഇങ്ങനെ ഇതൊക്കെ പറയുന്നത്, വേറെ ആളുകളുടെയൊക്കെ പ്രസംഗം നമ്മളെന്തിനാ പറയുന്നതെന്നൊക്കെ പലർക്കും പല ചിന്തകൾ വരാം. പക്ഷേ ഈ നമ്മുടെ പല പ്രിയ സഹോദരങ്ങൾക്കും നമ്മുടെ പല പ്രിയപ്പെട്ടവരോടും ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചാൽ മറുപടി കൊടുക്കാനായിട്ട് അറിവില്ലെന്നുള്ളതും ഒരു സത്യമാണ്. കാര്യമൊക്കെ അറിയാം, പറയാനറിയില്ല. കാര്യമൊക്കെ തലയ്ക്കകത്തുണ്ട്, പക്ഷേ പറയാനറിയില്ല. അതിന് പറയാൻ പ്രാപ്തരാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ഇവിടെ പഠിപ്പിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നത്. നിങ്ങളെല്ലാ കാര്യത്തിലും മറുപടി പറയാൻ പാകത്തിന് കേപ്പബിൾ ആകണം. അതിന് വേണ്ടിയിട്ടാണ്. കാരണം ചോദ്യങ്ങളെക്കുറിച്ച് നമുക്കൊരു ഐഡിയ ഇല്ല. ചോദ്യങ്ങൾ ഏതെല്ലാം വിധത്തിൽ വരുമെന്നറിഞ്ഞ് ഞാൻ എന്തുകൊണ്ടാണ് ഇപ്പം ഈ അടുത്ത കാലത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കാൻ ആരംഭിച്ചത്? നേരത്തെ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരുന്നതെന്ന് അറിയാതെ മറുപടി കൊടുക്കുന്നത് എങ്ങനെയാണ്? ഞാനിപ്പോൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുക, ക്വസ്റ്റ്യൻസ് എൻ്റെ കയ്യിലില്ലല്ലോ, അത് വേറെ ആളുകളുടെ കയ്യിലാണ്. ആ ആളുകളുടെ കയ്യിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം എടുത്തു വെച്ച് പഠിക്കാൻ ആരംഭിക്കുക. പഠിക്കുമ്പോഴല്ലേ മറുപടി കൊടുക്കാൻ കഴിയുന്നത്. ഇപ്പോൾ അദ്ദേഹം ഒടുവിൽ പറഞ്ഞ ആ കാര്യങ്ങളുണ്ട്. ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ കൊണ്ട് ഏറ്റുപറയാൻ കഴിയില്ല. അതുപോലെ തന്നെ അടുത്തൊരു വാക്യം അദ്ദേഹം പറയുന്നു, വിശ്വാസം കേൾവിയാലാണ് വരുന്നത്. ചെകിടനായൊരു വ്യക്തി എങ്ങനെ കേൾക്കും, ഊമനായൊരു വ്യക്തി എങ്ങനെ പറയും എന്നൊക്കെയുള്ളത്. അതാ ഞാൻ പറഞ്ഞത്, ബാലിശമായ കാര്യങ്ങളാണ്. ഈ കാര്യത്തിൽ ഏറ്റവും മനോഹരമായ ഡോക്ടറിൻ കയ്യിലുള്ളവരാണ് പെന്തിക്കോസ്തുകാർ. പെന്തിക്കോസ് എന്ന് കേൾക്കുമ്പോൾ ആൾക്ക് ദേഷ്യം വരരുത്, ഞാനങ്ങ് പറയാണ്. ഈ കാര്യത്തിൽ ഏറ്റവും ഭദ്രമായ മനോഹരമായ ഉപദേശം കയ്യിലുള്ളവരാണ്. കാരണം ഈ സുവിശേഷം കേൾക്കാത്തവരോ അല്ലെങ്കിൽ അതിന് സാധ്യതയില്ലാത്തവരോ ആയ ആളുകളുടെയൊക്കെ കാര്യത്തിൽ സർവകൃപാലുവായ ദൈവം, സൃഷ്ടാവായ ദൈവം ആ കാര്യങ്ങളിലൊക്കെ ദൈവത്തിന് കരുണയുള്ളവനല്ലേ, ദയയുള്ളവനല്ലേ, ദയയും കരുണയുള്ളവനാണ്. അപ്പം സുവിശേഷം കേട്ടിട്ട് അനുസരിക്കാത്തവരുടെ മേൽ ശിക്ഷയുണ്ടെന്ന് പുസ്തകത്തിലുള്ളപ്പോൾ തന്നെ അത് കേൾക്കാൻ കഴിയാത്തവരെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളത് റോമാലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. ഒരു ദേശത്ത് സുവിശേഷം എത്തിയിട്ടില്ല, അവർ സുവിശേഷം കേട്ടിട്ടില്ല, അവർക്കൊന്നും അറിയില്ല. അങ്ങനെയുള്ള ആളുകളെ അവരുടെ മനസാക്ഷി വെച്ചിട്ട് ദൈവം ന്യായം വിധിക്കും.
അതല്ലേ പുസ്തകം പഠിപ്പിക്കുന്നത്. അവരുടെ മനസാക്ഷി വെച്ച് ന്യായം വിധിക്കും. ഇപ്പോൾ ഈ ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങളുടെ കാര്യം എടുക്കാം. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളൊക്കെ അവർ 60 വയസ്സായി എന്ന് പറഞ്ഞാലും അവർക്ക് 2 വയസ്സോ 3 വയസ്സേ ഉള്ളൂ. ശരീരം കൊണ്ട് അവർ വലുതായാൽ പോലും അവരുടെ മനസ്സ് അത്രയേ ഉള്ളൂ. അപ്പോൾ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ എങ്ങനെയാണോ പരിഗണിക്കുന്നത് അത് തന്നെയാണ് ഇവരെയും പരിഗണിക്കുന്നത്. ചെവി കേൾക്കാൻ പാടില്ലാത്ത ആളാകട്ടെ, കണ്ണ് കാണാൻ പാടില്ലാത്ത ആളാകട്ടെ, അവരെയൊക്കെ ദൈവം അവിടെ മനസ്സാക്ഷി വെച്ചിട്ട് കൈകാര്യം ചെയ്യും. നീതിപതിയായ ദൈവത്തിന് ഒരാളെ ന്യായം വിധിക്കാൻ നമ്മളിനി ബുദ്ധി പറഞ്ഞു കൊടുത്തിട്ട് വേണോ? അല്ലെ അവരുടെ രക്ഷയോടുള്ള കാര്യത്തിൽ ഈ കാര്യമൊന്നും അറിയാതെയാണോ യേശുക്രിസ്തു ക്രൂശേ കയറിയത്? ഇങ്ങനെയൊക്കെ ആളുകൾ ഭൂമിയിലുണ്ട്. അതൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് അറിയാൻ മേലാതെ ഇരുട്ടി തപ്പുക എന്നാണോ വിചാരിച്ചത്? ഒന്നുമല്ല സഹോദരങ്ങളെ, അതിനൊക്കെ കൃത്യമായ ആൻസറാണ്. അത്തരക്കാരോടെല്ലാം ദൈവത്തിന് കരുണയുണ്ട്. ഇനി നല്ല ആരോഗ്യം ബലമുള്ളവനാണെങ്കിൽ പോലും അവനല്ലോ ഓരോ ദ്വീപിലോ ഏതെങ്കിലും അങ്ങനെ ഈ സെന്റിനൽ ദ്വീപ് അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെ കിടക്കുന്ന ആളുകളുണ്ട്. അവരെയൊക്കെ ന്യായം വിധിക്കുന്ന അവരുടെ മനസാക്ഷി വെച്ചിട്ടാണ്. അത് പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുന്നു. ഇനി നേരെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ മർക്കോസിൽ പറഞ്ഞ കാര്യം, മർക്കോസ് 16:16 വിശ്വസിക്കുകയും സ്നാനം ഏൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുമെന്നുള്ള കാര്യത്തിന് അദ്ദേഹം പറഞ്ഞത് അത് ബ്രാക്കറ്റിലാണ് കിടക്കുന്നത്. പഴയ കയ്യെഴുത്ത് പ്രതികളിൽ ഇല്ലെന്നൊക്കെ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. എന്നാൽ ചിലർ പറയുന്നുണ്ട് ഉണ്ടെന്ന്. അങ്ങനെയൊക്കെയുള്ളൊരു കാര്യമാണ്, ഒരു ഊഹാപോഹമാണ്. മത്തായി 28:18-19 ആ വാക്യങ്ങളും ആദ്യ കയ്യെഴുത്തിൽ ഇല്ലെന്നൊക്കെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആളുകൾ പറയുന്നത്. അതായത് ഭൂലോകത്തിലൊക്കെ പോയി സുവിശേഷം അറിയിക്കണമെന്നും സ്നാനപ്പെടുത്തണമെന്നും ഒക്കെ ആദ്യകാല കയ്യെഴുത്ത് പ്രതികളിൽ ഇല്ലെന്ന് തന്നെയാണ് ഈ കക്ഷികൾ പറയുന്നത്. പിന്നെ ഇത് ഇവരങ്ങ് കൊണ്ടു കിടക്കുന്നു. ഇവരെ ഇടയ്ക്ക് അത്യാവശ്യത്തിന് ഈ വാക്യമൊക്കെ എടുത്ത് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹം ഉയർത്തിയ വാദഗതി എന്തെന്ന് നിങ്ങൾ കണ്ടോ? ഈ പറഞ്ഞ വാക്യത്തിൽ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിലാകപ്പെടും. അടുത്തത് എന്താ? വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങളൊക്കെ നടക്കും. അവർ ടിക് 20 കുടിക്കും, അവർ മൂർഖമാവിൻ്റെ കൂടെ കളിക്കും. പുള്ളിയാണെന്ന് എനിക്ക് തോന്നുന്നത്. അല്ലല്ലോ, തോട്ടത്തിൽ വന്ന പാമ്പാ പുള്ളിയെ കൊണ്ട് ഇത് പറയിപ്പിക്കുന്നതെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം പറിച്ച് തിന്നോളാനല്ലേ പറഞ്ഞത് അന്ന്. അതുപോലെ തന്നെയാണ് കർത്താവിനെ പരീക്ഷിക്കാൻ വന്ന പുള്ളിയും പറഞ്ഞത്. ചുമ്മാ ചാടിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പം മറുപടി എന്താ കൊടുത്തത്? നിൻ്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുതെന്നാ. ദൈവത്തെ പരീക്ഷിക്കരുത്. ദൈവാലോചന ഇല്ലാതെ ആരെങ്കിലും പറഞ്ഞ കേട്ടിട്ട് എടുത്തിയാടുകയല്ല വേണ്ടത്. വചനത്തിൽ അങ്ങനെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലം പഠിക്കണം, അതിൻ്റെ സന്ദർഭം മനസ്സിലാക്കണം, പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുന്നുണ്ടോ, ഈ വക കാര്യങ്ങളൊന്നുമില്ലാതെ ഒരുത്തൻ പോയി ടിക് 20 എടുത്ത് കുടിച്ചാൽ അവൻ ടിക്ടോക്കായിട്ട് മാറും, അവൻ പടമായിട്ട് മാറും എന്ന് പറയാം. അത്രയേ ഉള്ളൂ. ലോക വിവരക്കേടല്ലേ പറഞ്ഞു തന്നത്. സഹോദരങ്ങളെ, മനസ്സിലാക്കേണ്ടത് ആ കാലഘട്ടത്തിൽ, അതായത് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്ന ആ തുടക്ക കാലഘട്ടത്തിൽ എഴുതപ്പെട്ട പുസ്തകം കയ്യിലില്ല. നമ്മുടെ വിശദീകരണമാണ് പറയുന്നത്. അതിൻ്റെ മുകളിൽ മുതൽ താഴേക്ക് പറഞ്ഞ് നമ്മൾ ഏറ്റവും അവസാനത്തെ 20-ാം വാക്യം വരെ വന്നാൽ നമ്മൾ അവസാനിപ്പിക്കുന്നത്. 16-ാം വാക്യത്തിൽ നിർത്തുന്നില്ല. തൊട്ട് താഴെ വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കണമല്ലോ. നടന്നിട്ടുണ്ടല്ലോ, ആ സമയത്ത് അടയാളങ്ങൾ നടന്നിട്ടുണ്ട്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അതെന്തിനെന്നുള്ളതാണ് അതിൻ്റെ 19-20 വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നത്. അവരുടെ കയ്യാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ടാകുവാൻ വരം നൽകി. അത് മാത്രമല്ല, ആ പറയപ്പെട്ട കാര്യങ്ങളാൽ, ആ അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചു പോന്നു. ആ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവർത്തികളാലും വചനത്തെ ഉറപ്പിച്ചു പോന്നു. വചനത്തെ ഉറപ്പിക്കാൻ വേണ്ടി. കാരണം അന്ന് എഴുതപ്പെട്ട വചനമില്ല, വാമൊഴിയായി സംസാരിക്കുന്നു. ഈ സംസാരിക്കുന്ന ആളുകൾ ഇവരെല്ലാം സുവിശേഷം അറിയിക്കും. അതിന് പിന്നിലൊരു അതോറിറ്റി ഉണ്ട്, ഒരു ദൈവികമായ സ്പർശനം ഇതിൻ്റെ പുറകിലുണ്ട് എന്ന് മറ്റുള്ളവർ മനസ്സിലാക്കാൻ പാകത്തിനാണ് ഇവരുടെ കയ്യാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ചെയ്യാൻ വരം കൊടുക്കുന്നത്. ഇന്ന് നമ്മുടെ കാലത്തിലേക്ക് വന്നപ്പോൾ എഴുതപ്പെട്ട പുസ്തകം നമ്മുടെ കയ്യിലുണ്ട്. അത്ഭുതവും അടയാളവും കാണിച്ചിട്ട് ആരെയും ദൈവരാജ്യത്തിൽ കൊണ്ടുവരുന്നില്ല. അന്നും ആരെയും ദൈവരാജ്യത്തിൽ കൊണ്ടുവരാനല്ല അത്ഭുതവും അടയാളവും കാണിക്കുന്നത്, വചനത്തെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് വചനമൊക്കെ ഉറച്ചു കഴിഞ്ഞു. ഇനി ഒരു പുതിയ ദേശത്ത്, സുവിശേഷം ഒരിക്കലും കടന്നെത്താത്ത ദേശത്ത് ദൈവം തൻ്റെ ദാസന്മാരെ അയക്കുമ്പോൾ, അത് ആഫ്രിക്കയുടെ ഏതെങ്കിലും കാട്ടിലാകട്ടെ, അവിടെയൊക്കെ ദൈവം ഇത് പ്രവർത്തിക്കും. ഇനി മറ്റ് സ്ഥലങ്ങളിൽ, നമ്മൾ വസിക്കുന്ന സ്ഥലത്ത് അത്ഭുതം അടയാളം ദൈവം ചെയ്യില്ലെന്നുണ്ടോ? അതെല്ലാം ദൈവമാണ് ചെയ്യുന്നത്. നമ്മുടെ കഴിവുകൊണ്ട്, നമ്മുടെ വിശ്വാസം കൊണ്ട് അത്ഭുതം ചെയ്യുന്ന കാര്യമല്ല. അത് അന്നത്തെ കോണ്ടസ്റ്റ് വെച്ചിട്ടാണ് ഞാനീ പറയുന്നത്. അന്ന് എഴുതപ്പെട്ട പുസ്തകമില്ല, അന്ന് എഴുതപ്പെട്ട പ്രമാണമില്ല. പകരം വാമൊഴിയായിട്ട് സംസാരിക്കുന്നു. ആ കാര്യങ്ങൾ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ അത്ഭുതങ്ങളും അടയാളങ്ങളും അന്ന് നടക്കുന്നത്. എല്ലാ കാലത്തും ദൈവം പ്രവർത്തിക്കും. ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയാത്ത കാലമൊന്നുമില്ല. വചനത്തെ ഉറപ്പിക്കുക എന്നുള്ളതാണ് അന്നത്തെ പ്രാഥമികമായ കാര്യം. അത് ഇന്ന് ആ നിലയിൽ അനിവാര്യമായ കാര്യമല്ല.
ഇവിടെ വർഷങ്ങളായിട്ട് വിശ്വാസവചനം പ്രസംഗിക്കപ്പെടുന്നു, അംഗീകരിക്കപ്പെട്ട കാര്യങ്ങളാണ്. അതാണ് നമുക്കതിൽ നിന്ന് മിനിമം മനസ്സിലാകുന്ന കാര്യം. ഇനി മറുചോദ്യമുണ്ട്. മറുചോദ്യം ഇപ്പം നിലവിൽ കയ്യെഴുത്ത് പ്രതി കയ്യിലുണ്ടല്ലോ, കയ്യിലുള്ളത് വെച്ചിട്ടല്ലേ അദ്ദേഹം വായിച്ചത്. അതിന് പ്രകാരം ഇവരെല്ലാം വിശ്വാസികൾ തന്നെയാണ്, അവരും വിശ്വാസികൾ തന്നെയാണ്. അവരിലൂടെ എന്തുകൊണ്ട് ഈ അത്ഭുതം അടയാളം നടക്കുന്നില്ല? തിരിച്ചിങ്ങോട്ട് ചോദിച്ചല്ലോ, നമ്മുടെ ഭാഗത്ത് അത്ഭുതം അടയാളം ഇല്ല, ഇച്ചിരി കുറവാണ്, സമ്മതിച്ചു, തോൽവി സമ്മതിച്ചു. നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾക്കല്ലേ അതിപുരാതനത്വം ഉള്ളത്, എന്തുകൊണ്ട് നിങ്ങളുടെ കയ്യാൽ അത്ഭുതം അടയാളം ഒന്നും നടക്കുന്നില്ല? മേമ്പൊടിക്ക് പേരിനെങ്കിലും അത്ഭുതം അടയാളമൊക്കെ ഞങ്ങളുടെ ശുശ്രൂഷകന്മാരുടെ ഇടയിലൂടെ നടക്കുന്നുണ്ട് ഇന്നും അത്ഭുത അടയാളങ്ങളൊക്കെ. അതായത് മരിച്ചുപോയ പാസ്റ്ററിലൂടെയല്ല, ജീവിച്ചിരിക്കുന്ന പാസ്റ്ററിലൂടെ, ശുശ്രൂഷകന്മാരിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ പല ദേശങ്ങളിലും നടക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവമുണ്ട്, ഞാനത് അനുഭവിച്ചിട്ടുമുണ്ട്. മറ്റ് ശുശ്രൂഷകന്മാരുടെ ശുശ്രൂഷയിൽ ദൈവം വീര്യം പ്രവർത്തിക്കുന്നത് കണ്ണാലെ കണ്ട അത്ഭുതം കൂറിയ മനുഷ്യനാണ് ഞാൻ. ഒത്തിരി കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. അതേസമയം നിങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും എത്ര മരിച്ചിട്ട് അയാളെ അടക്കിയിട്ട് കല്ലറ അലങ്കരിച്ചിട്ട് ആ മരിച്ചയാളിലൂടെ അല്ലാതെ ഒരു അത്ഭുതം നിങ്ങൾക്കുണ്ടോ? ജീവിച്ചിരിക്കുന്ന ഒരു മെത്രാനും ഒരു അത്ഭുതവും ചെയ്യുന്നില്ല, ഒരു പുരോഹിതനൊന്നും ചെയ്യുന്നില്ല. മരിച്ചുപോയ പലരിലൂടെ നിങ്ങൾ അത്ഭുതം ചെയ്യുന്നുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് അങ്ങനെയല്ല, മരിച്ചുപോയവരിലൂടെയല്ല, ജീവിച്ചിരിക്കുന്നവരിലൂടെയാണ് അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ. ജീവിച്ചിരിക്കുന്നവരിലൂടെ ദൈവം പ്രവർത്തിക്കുന്ന കണ്ടിട്ടുണ്ട്, ഇന്നും പ്രവർത്തിക്കും, നാളെയും പ്രവർത്തിക്കും. മരിച്ച ഒരു പാസ്റ്ററുടെ പേരിൽ ഒരു അത്ഭുതത്തിൻ്റെ കാര്യത്തിന് ഞങ്ങൾ പറയാറില്ല, തുനിയാറില്ല. അവരെയൊക്കെ അടക്കിയിരിക്കുന്ന എവിടെയാണോ അവിടെ അവർ കിടപ്പുണ്ട്, അത്രേ ഉള്ളൂ. അവർ വിശ്രമത്തിലാണ്, അവർ ദൈവസന്നിധിയിൽ വിശ്രമത്തിലാണ്. അവർക്കിപ്പോൾ ഭൂമി വന്ന അത്ഭുതമൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ പരിശുദ്ധാത്മാവാണ് സഭയെ നിയന്ത്രിക്കുന്നത്. ജീവിച്ചിരിക്കുന്ന വിശുദ്ധന്മാരിലൂടെയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. അതാണ് ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത. ഇനി അതിൻ്റെ കൂട്ടത്തിൽ പരിശുദ്ധാത്മാവുമായി ബന്ധപ്പെട്ടൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. അതെന്തായാലും പെൻഡിങ് വെക്കാം, അടുത്ത ദിവസം അതിനെക്കുറിച്ച് പറയാം. അപ്പോൾ അത് ഈ മൂറോനുമായിട്ട് ചേർത്ത് വെച്ച ആ കാര്യം നമുക്ക് അടുത്ത ദിവസം പറയാവുന്നതാണ്. അടുത്ത ദിവസം ആ കാര്യങ്ങളെ പറയാവുന്നതാണ്. അപ്പോൾ ഇന്ന് പറഞ്ഞതിൻ്റെ എല്ലാം ഒരു സംക്ഷിപ്തം എടുത്തു കഴിഞ്ഞാൽ സഹോദരങ്ങളെ, ഈ വാദഗതികൾക്കുള്ള ഒരു മറുപടി എന്നോണം ഇന്ന് നമ്മൾ പോയത്, വാദഗതികൾക്കുള്ള മറുപടി എന്നോണം. അപ്പോൾ അത് നമ്മൾ ഗ്രഹിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ്. അവരുടെ ഹൃദയത്തിൽ വന്ന ചിന്തകൾ അവർ പഠിപ്പിക്കുന്നു, അവരുടെ ആളുകളെ ബോധവൽക്കരിക്കുന്നു. നമ്മളും നമ്മുടെ ആളുകളെ ബോധവൽക്കരിക്കുന്നു. അവർ നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ, പെന്തിക്കോസ്തുകാർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു. അവരുടെ ഒരു ഇടയിലൊരു പരിപാടിയുണ്ട്, കർത്തൃമേശ എന്നൊക്കെ. നമ്മുടെ ഇടയിൽ ചുമ്മാ ഒരു പരിപാടിയൊന്നുമല്ല, അത് വളരെ സീരിയസ് ആയൊരു കാര്യമാണ് നമ്മെ സംബന്ധിച്ച്. ഹോളി കമ്മ്യൂണിയൻ അഥവാ തിരുവത്താഴെന്ന് പറയുന്നത്, അതിനെ ഞങ്ങൾ ബലിയായിട്ട് പരിഗണിക്കുന്നില്ല. അതൊരു ബലിയല്ല, ഒരിക്കലും ഒരു ബലിയല്ല. ക്രിസ്തു ബലിയായി തീർന്നതിൻ്റെ സ്മരണയാണത്. അതൊരു മെമ്മോറിയലാണ്, ഓർമ്മയാചരണമാണ്. അപ്പോൾ ആ മെമ്മോറിയലിന് വരുമ്പോൾ കുഞ്ഞുങ്ങൾക്കത് കൊടുക്കില്ല. പണ്ട് ഞാനൊരു മെസ്സേജ് സീരിയസ് ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണത്. കുഞ്ഞുങ്ങൾക്ക് ഒരിക്കലും കൊടുക്കില്ല. കാരണം എന്തെന്ന് വെച്ചാൽ അവർ ഈ രക്ഷയിലേക്ക് വരണം, ഇതിൻ്റെ ഗൗരവം അവരറിയണം, ഇതിൻ്റെ സീരിയസ്നെസ് അവരറിയണം. എന്തു വില കൊടുത്തെന്ന് തലമുറകൾ അറിയണമെങ്കിൽ അവർ കാത്തിരുന്ന് അവരുടെ രക്ഷയെ അവർ കരസ്ഥമാക്കണം. ആ രക്ഷ കരസ്ഥമാക്കി അവർ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട് വിശ്വാസ സ്നാനത്തിന് ഇറങ്ങിത്തിരിച്ച് അവർ കടന്നു വരുമ്പോൾ അവർ സഭയാം ശരീരത്തിൻ്റെ ഭാഗമായി തീരുകയാണ്. അങ്ങനെ അവരതിൻ്റെ ഭാഗമായി തീരും, അതായത് ഈ ഫെലോഷിപ്പിൻ്റെ ഭാഗമായി തീരുകയാണ്. അപ്പോൾ അതിനു മുമ്പ് ഫെലോഷിപ്പ് ഇല്ലെന്ന് ചോദിച്ചാൽ ഉണ്ട്, അവർ ദൈവസഭയുടെ ഭാഗമായി സഞ്ചരിക്കുന്നു. ആ കാലത്ത് കുഞ്ഞുങ്ങൾ 5 വയസ്സ് 6 വയസ്സിൽ മരിച്ചാൽ എന്താവും എന്ന് ചോദിച്ചാൽ ഉത്തരം, അവർ വിശ്രമത്തിലേക്ക് പോകും. അതേസമയം സഭയുടെ ഭാഗമായവർ, സഭയാം ശരീരത്തിൻ്റെ ഭാഗമായി തീർന്നവർക്കാണ് പ്രതിഫലങ്ങളും കിരീടങ്ങളും ഒക്കെ ഇരിക്കുന്നത്. പണിയപ്പെട്ട് ഒരുക്കപ്പെട്ടവരാണ് കുഞ്ഞാടിൻ്റെ കാന്തയാകുന്നത്, അല്ലാതെ കുഞ്ഞുങ്ങളല്ല കുഞ്ഞാടിൻ്റെ കാന്തയാകുന്നത്. അതും കൂടെ മനസ്സിലാക്കിക്കൊള്ളുക. പണിയപ്പെട്ട് ഒരുക്കപ്പെട്ട് ജയാളികളായി വന്നവർക്കാണ് ആ കാന്തയാകുവാൻ, കുഞ്ഞാടിൻ്റെ മണവാട്ടിയാകുവാൻ ഭാഗ്യം ലഭിക്കുന്നത്. യേശുക്രിസ്തു അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പോൾ കുറേ വാക്യങ്ങളെടുത്ത് ആ പ്രിയപ്പെട്ടവൻ പറഞ്ഞല്ലോ, അതുപോലെ നമ്മളൊരു വാക്യം എടുക്കുക. ജയിക്കുന്നവൻ എന്നോട് കൂടെ സിംഹാസനത്തിൽ ഇരിക്കുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞുങ്ങൾക്ക് അതിനുള്ളൊരു അവസരം ലഭിച്ചോ? ഒരു കുഞ്ഞ് 2 വയസ്സിൽ മരിച്ചുപോയി. ആ കുഞ്ഞെങ്ങനെ സിംഹാസനത്തിൽ വരും? അതിന് ഓട്ടം ഓടാനുള്ള അവസരം കിട്ടിയില്ല. അതേസമയം ആ കുഞ്ഞ് പുതിയ ഭൂമിയിലുണ്ടാവും. പുതിയ യെരൂശലേമിൻ്റെ കല്ലാകാൻ ആ കുഞ്ഞിന് ഭാഗ്യം ലഭിച്ചില്ല. പുതിയ യെരൂശലേമിൻ്റെ കല്ലാകണമെങ്കിൽ ഒരുവൻ രക്ഷിക്കപ്പെടണം, അവൻ സ്നാനപ്പെടണം, അവൻ ആത്മസ്നാനം പ്രാപിക്കണം, അവൻ പണിയപ്പെടണം, അവൻ ഒരുക്കപ്പെടണം, അവൻ ജയാളിയായി മാറണം. അങ്ങനെയുള്ളവരെയാണ് എന്നാൽ പുതിയ യെരൂശലേമിൻ്റെ കല്ലുകൾ എന്ന നിലയിൽ പരിഗണിക്കുന്നത്. പുതിയ യെരൂശലേമിൻ്റെ കല്ലുകൾ ചുമ്മാ കല്ലല്ല, തേജസ്സിൻ്റെ രത്നങ്ങൾ എന്ന നിലയിൽ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അവർ പുതിയ യെരൂശലേം എന്ന് പറയുന്ന ആ തേജസ്സിൻ്റെ നഗരത്തിൻ്റെ ഭാഗമായി തീരുകയാണ്.
അത് ഗഹനമായ പഠനമാണ്. ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഞാൻ എൻ്റെ വാക്കുകളിലൂടെ അവസാനിപ്പിക്കുകയാണ്. ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ നാളുകളിൽ നമ്മൾ ചിന്തിച്ചിട്ടുള്ളവരാണ്. തുടർന്ന് നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ കൂടിവരവുകളിലൊക്കെ നമ്മുടെ മെസ്സേജ് അവിടെ പോയി അവസാനിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഇന്ന് പറഞ്ഞതിൻ്റെയൊക്കെ കുറേ കാര്യങ്ങൾ പെൻഡിങ്ങിലുണ്ട്. കുറേ കാര്യങ്ങൾ പലതും ഇപ്പോൾ എൻ്റെ മുമ്പിലേക്ക് വരുന്നുണ്ട്. അതായത് കുഞ്ഞുങ്ങളെ തടുക്കരുത്, എൻ്റെ അടുക്കൽ വിടുവിൻ, അവർക്കെല്ലാം ഞാൻ രക്ഷ കൊടുക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ വരുന്നൊരു വാക്യമാണ് അപ്പോസ്തലപ്രവൃത്തി 18-ാം അധ്യായത്തിൻ്റെ 7-8 വാക്യങ്ങൾ. പൗലോസ് കൊരിന്തിൽ കടന്നു ചെന്ന് തീത്തോസ് യുസ്തോസിൻ്റെ വീട്ടിൽ സുവിശേഷം അറിയിച്ചു. അവിടെ കൂടിയവരിൽ ബഹുഭൂരിപക്ഷം പേര് യഹൂദന്മാരായിരുന്നു, യഹൂദ പശ്ചാത്തലത്തിലുള്ളവരാണ്. അപ്പോൾ പൗലോസ് പറയുകയാണ് അവരോട്, കുഞ്ഞുങ്ങളെ ഒന്നും തടുക്കരുത്, ആ കുഞ്ഞുങ്ങളെയൊക്കെ ഇങ്ങ് പറഞ്ഞു വിട്ടേ, വേഗം പറഞ്ഞു വിട്ടേ, ഞാൻ ആ കുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് മാമോദീസ മുക്കി ദൈവരാജ്യത്തിലേക്ക് പ്രവേശിപ്പിക്കട്ടെ എന്നൊന്നും പൗലോസ് അവിടെ പറഞ്ഞില്ല. ആ വാക്യം നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പൗലോസ് അവിടെ സുവിശേഷം പ്രസംഗിച്ചു. ആ സുവിശേഷം കേട്ടവർ വിശ്വസിച്ചവരെ സ്നാനപ്പെടുത്തി എന്നാണ് എഴുതിയിരിക്കുന്നത്. എൻ്റെ ബഹുമാനപ്പെട്ട പുരോഹിതനായ അങ്ങ് മനസ്സിലാക്കണം, നമ്മുടെ ബഹുമാനായ പുരോഹിതൻ മനസ്സിലാക്കാൻ പാകത്തിന്, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സഹോദരങ്ങളും മനസ്സിലാക്കാൻ പാകത്തിന് താഴ്മയോടെയാണ്, വളരെ ബഹുമാന പുരുഷനും പറയുകയാണ്, പൗലോസ്ലീഗ അവിടെ സുവിശേഷം പ്രസംഗിച്ചു. ആ പ്രസംഗം കേട്ടവർ വിശ്വാസത്തിലേക്ക് ചുവടുവെച്ചു. അങ്ങനെ വിശ്വസിച്ചവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മാമോദീസ ഏൽപ്പിച്ചു. കൊരിന്തിൽ ഓട്ടിസം ബാധിച്ചവർ കാണും, കൊരിന്തിൽ ചെകിടന്മാർ കാണും, കൊരിന്തിൽ മുടന്തന്മാർ കാണും, അല്ലെങ്കിൽ അങ്ങനെയുള്ളവരൊക്കെ കാണും. അത്തരക്കാരോടുള്ള പരിഗണന അല്പം മുമ്പ് പറഞ്ഞു കഴിഞ്ഞു. അത്തരക്കാരോട് എങ്ങനെയാണ് കർത്താവ് ഡീൽ ചെയ്യുന്നത്, അവരെ എങ്ങനെ പരിഗണിക്കും എന്നുള്ളത് സ്പഷ്ടമായിട്ട് നമുക്ക് മനസ്സിലായ കാര്യങ്ങളാണ്. അതിനകത്തൊന്നും തർക്കത്തിൻ്റെ കാരണങ്ങളില്ല, അതിലൊന്നും സന്ദേഹത്തിൻ്റെ കാരണങ്ങളില്ല. എല്ലാം ഭംഗിയായിട്ട് ചെയ്യും. നമ്മുടെ കർത്താവ് സകലതും ഭംഗിയായിട്ട് ചെയ്യും. സുവിശേഷം കേട്ടവനെ അത് വെച്ചിട്ട് തന്നെയാണ് ന്യായം വിധിക്കുന്നത്. റോമാലേഖനം 2-ാം അധ്യായത്തിൽ പൗലോസ് അത് വ്യക്തമായി പറയുന്നുണ്ട്. എൻ്റെ സുവിശേഷത്താൽ അവരെ ന്യായം വിധിക്കുമെന്ന്. കേൾക്കാത്തവരെ മനസാക്ഷി വെച്ച് ന്യായം വിധിക്കും. ഇത്രയേ ഉള്ളൂ ആ കാര്യം. തലയൊന്നും പുകയാനില്ല അതിനകത്ത്, തലയൊന്നും പുകയാനില്ല. ഇപ്പോൾ സാഹചര്യങ്ങൾ അനുകൂലമായിരിക്കുന്നവരോടാണ് പറയുന്നത്, നിങ്ങൾ വീണ്ടും ജനിക്കണം, വീണ്ടും ജനിച്ച് വിശ്വാസ സ്നാനത്തിലൂടെ ദൈവരാജ്യത്തിൻ്റെ ഭാഗമാകണം, ക്രിസ്തുവിനോട് ചേരണം, ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയോട് ചേരണം. ഇതെല്ലാം ഇതിനകത്ത് നടക്കണം. ഇതാണ് അതിൻ്റെ പ്രൊസീജിയർ. അങ്ങനെ ആത്മാവിൽ വളരണം, ജീവൻ്റെ പുതുക്കത്തിൽ നടക്കണം, കൂട്ടായ്മ ആചരിക്കണം. ഇതൊന്നും കുഞ്ഞിനെ കൊണ്ട് കഴിയില്ല. ഈ പറഞ്ഞതൊന്നും കുഞ്ഞിനെ കൊണ്ട് കഴിയില്ല. കുഞ്ഞിനെ നമ്മൾ ബലമായിട്ട് ദൈവരാജ്യത്തിൽ പ്രവേശിപ്പിക്കാമെന്ന് മാത്രം. കർത്താവ് ഒരിക്കലും ആരെയും ബലമായി ദൈവരാജ്യത്തിൽ പ്രവേശിപ്പിക്കുന്നില്ല. കുഞ്ഞിൻ്റെ അനുവാദമല്ലോ ഉണ്ടോ അതിനകത്ത്? കുഞ്ഞിൻ്റെ അനുവാദമൊന്നുമില്ല. അപ്പോൾ പരിച്ഛേദനയുടെ കാര്യം പറയും. പരിച്ഛേദനയും രക്ഷയുമായിട്ട് ബന്ധമില്ല, അത് കൂട്ടിക്കുഴയ്ക്കരുത്. രക്ഷിക്കപ്പെട്ടവൻ ഹൃദയപരിച്ഛേദന ഏൽക്കണം. ഇതാണ് അതിൻ്റെ തത്വം. അപ്പോൾ പറയാനുള്ള കാര്യങ്ങൾ ഏറെക്കുറെ പറഞ്ഞെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പറയാത്ത ഭാഗങ്ങളോ ക്ലിയർ ആകാത്ത ഭാഗങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ കർത്താവ് വരാൻ താമസിച്ചാൽ, അവിടുന്ന് ആയുസ്സും ആരോഗ്യം തന്നാൽ നമുക്ക് ഇനിയും ശാന്തമായി സ്നേഹത്തോടെ സന്തോഷത്തോടെ സൗമ്യതയോടെ കാര്യങ്ങളെ പരസ്പരം പങ്കുവെക്കാം. കർത്താവ് നമ്മെ ഓരോരുത്തരെയും പരിപാലിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു. താങ്ക് യു.